കാണാൻ തന്നെ എന്തായാലും നമുക്ക് ഒരു 5 minutes സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ എന്താ കുറച്ച് പേരോടും ചിലപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ടാവും. എല്ലാരും ഏതൊക്കെ കോളേജസ് എന്നുള്ള ആൾക്കാരാണ്? ജസ്റ്റ് ഒന്ന് ചാറ്റില് ഒരു റാൻഡം ഏതൊക്കെ കോളേജസ് എന്നാണെന്ന് ടൈപ്പ് ചെയ്തിടാവോ? ദേവഗിരി, ആദിശങ്കര, JC കോളേജ്. കൊള്ളാം. Nice. ഓക്കെ. മുന്നേ വെബ് ഡെവലപ്മെന്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് HTML, CSS അതൊക്കെ അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ജസ്റ്റ് ഒന്ന് മുന്നേ പരിചയമുള്ള ആൾക്കാർ HTML, CSS അല്ലെങ്കിൽ വെബ് ഡെവലപ്മെന്റ് ഒക്കെ എന്തൊക്കെയാണ് എന്ന് പരിചയമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എത്ര പേർക്ക് അറിയാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പറയണം? ഓക്കെ. കുറച്ച് പേർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു. ഇനി വെബ് ഡെവലപ്മെന്റ് നിന്ന് എല്ലാവരും ഡൗൺ ചെയ്തോളൂ. ഇനി വെബ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ എന്താന്ന് പോലും അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഇതുവരെ വെബ് അല്ലെങ്കിൽ HTML, CSS കേൾക്കാത്ത എത്ര പേരുണ്ട്? ഓക്കെ. അല്ല, കേട്ടിട്ടില്ല എന്ന് മീൻസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് ട്രൈ ചെയ്തിട്ടുള്ള ആൾക്കാര് അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യാം? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. മെജോറിറ്റി ആൾക്കാർക്ക് അപ്പോ ഓക്കെ. ഞാൻ ഇങ്ങനത്തെ ഒരു ക്രൗഡ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്തത്. നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഡൗൺ ചെയ്തോളൂ. ഇനി ChatGPT അല്ലെങ്കിൽ ക്ലോഡ് യൂസ് ചെയ്തിട്ട് പരിചയമില്ലാത്ത എത്ര പേരുണ്ട്? അല്ലെങ്കിൽ ഒരു AI ടൂൾസ് ഒന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത എത്ര പേരുണ്ട്? ആരെങ്കിലും ഉണ്ടോ? GPT വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ട ഇമെയിലോ കണ്ടന്റോ എന്തെങ്കിലും ജനറേറ്റ് ചെയ്യാത്ത എത്ര പേരുണ്ട്? അത് ഏകദേശം ആരുമില്ല. ഓക്കെ, എന്നാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എല്ലാവർക്കും ഒരു സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഇപ്പൊ ഉണ്ടാക്കാം. ഒരു 5 മിനിറ്റ് ഉണ്ടാക്കാം. എങ്ങനെയല്ലേ? അപ്പൊ എനിക്ക് ഇതേവരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആർക്കെങ്കിലും മലയാളം മനസ്സിലാവാത്താരും ഇല്ലല്ലോ? കുഴപ്പമില്ലല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലോ മനസ്സിലാവുന്നില്ലെങ്കിലോ എന്ത് ചെയ്യാം? സ്പോട്ടിൽ ഹാൻഡ് റൈസ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്യണ ഹാൻഡ് റൈസ് ചെയ്യാം. വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും നമ്മൾ പോവുക. അപ്പോ നിങ്ങൾക്ക് പഠിക്കുക എന്നുള്ളതാണ്, നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു സെഷന്റെ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് ആയിട്ടൊന്നും കൂട്ടേണ്ടതിന്. ജസ്റ്റ് ഒരു ഇന്ററാക്റ്റീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എനിക്കും പറഞ്ഞു തരാനുള്ള ഒരു ചെറിയൊരു മീറ്റ്. അപ്പോൾ ഏതെങ്കിലും പോയിന്റിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? അത് ആദ്യം മുതൽ റിപ്പീറ്റ് ചെയ്ത് മുന്നോട്ട് പോവാം. അപ്പോൾ എല്ലാവരും ലാപ്ടോപ്പിലാണ് മീറ്റ് കയറിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ലാപ്ടോപ്പിൽ അല്ലാതെ ഫോണിൽ കയറിയ ആൾക്കാർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് കയ്യിലില്ലാത്ത എത്ര പേരുണ്ട്? ഇപ്പോ മീറ്റ് കയറുമ്പോൾ ലാപ്ടോപ്പ് കയ്യിലില്ലാത്ത എത്ര പേരുണ്ട്? കുറച്ച് പേരുണ്ട്. അപ്പൊ ഇവരെന്താണ് ചെയ്യാം? ലാപ്ടോപ്പ് ഓക്കെ, ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ലാപ്ടോപ്പ് എവിടുന്നെങ്കിലും, ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ എവിടുന്നെങ്കിലും കിട്ടുമോ നോക്കിയൊക്കെ. അതാണ് വെച്ചാൽ കുറച്ചും കൂടി എളുപ്പമാണ്. കുറച്ചുകൂടി നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒപ്പം ചെയ്തു പോകാൻ എളുപ്പമാണ്. ഓക്കെ, നമ്മള് ഇപ്പോ ഇതുവരെ വെബ് ഡെവലപ്മെന്റ് അറിയാത്ത, ഇപ്പൊ ഞാനും നിങ്ങളെ പോലെ ആദ്യമായിട്ട് വെബ് ഡെവലപ്മെന്റ് പഠിക്കുകയാണ് എന്ന് വിചാരിച്ചു. എനിക്ക് ഒന്നും അറിയില്ല വെബ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും എനിക്കറിയില്ല എന്ന് വിചാരിച്ചു. അപ്പോ ഓക്കെ, അങ്ങനെ ഒരാളെയും കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാം. അതായത് എല്ലാവരും ഹാൻഡ് ഡൗൺ ചെയ്തോളൂ. നമുക്ക് ആക്ച്വൽ സെഷനിലേക്ക് വരാം. അതിനു മുന്നേ
ഇത് അത്ര വലിയ പാടെന്നുള്ള പരിപാടി അല്ല എന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഫസ്റ്റ് ചെയ്യുന്നത്. എല്ലാരും ഹാൻഡ് ഡൗൺ ചെയ്ത് കൊള്ളൂ. എല്ലാരെയും കൂടി ഓക്കെ ഓക്കെ. എനിക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കണം. എന്താണ്, എനിക്കിപ്പോ ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഉണ്ടാക്കണം. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ കുറിച്ചുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യാം, നമുക്കൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇതേ സ്റ്റെപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ തന്നെ ഒപ്പം ചെയ്യാം. ഇത് കണ്ട് നോക്കി എഴുതി വെച്ചുള്ള ചെയ്യൊന്നും വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, GPT-നോട് പറയാം എന്താ ക്ലോഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ GPT യൂസ് ചെയ്താലും സെയിം സാധനം വർക്ക് ചെയ്യും. ക്ലോഡ് ആകുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് ക്ലോഡ് ഞാൻ എന്ത് ചെയ്യാം, ലിങ്ക് ചാറ്റിടാം. ചാറ്റിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, സൈൻ അപ്പ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇതുവരെ ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ലോഗിൻ ചെയ്ത് മൊബൈൽ നമ്പർ ഒക്കെ അടിക്കേണ്ടി വരും. അപ്പോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഒരു സ്ക്രീൻ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം എല്ലാവരും. ഇങ്ങനെ ഒരു സ്ക്രീൻ, അതായത് ഗുഡ് ഈവനിങ്, നിങ്ങളുടെ പേര്, ഹൗ ക്യാൻ ക്ലോഡ് ഹെൽപ്പ് യു ടുഡേ. യെസ്, ക്ലോഡ് നമുക്ക് കുറെ പണിയെടുപ്പിക്കുകയാണെന്ന്. അതെ, ബാക്കിയുള്ളവർ പെട്ടെന്ന് സെറ്റപ്പ് ചെയ്യൂ, കാരണം നമുക്ക് സമയം കളയാനല്ല. നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യണം, സാധനങ്ങൾ ചെയ്യണം. ഇനി ഒന്നുമില്ലെങ്കിൽ GPT എടുത്താൽ മതി, ചാറ്റ് GPT. നമുക്ക് രണ്ടിലും ഒരേ സമയം ചെയ്യാം. ഇപ്പൊ ക്ലോഡ് അക്കൗണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് GPT ഓൾറെഡി അക്കൗണ്ട് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാം, GPTയും ക്ലോഡും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി GPT-നോട് പറയാണ് എനിക്ക് എന്ത് വേണം, ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണം. എനിക്ക് എന്തല്ല വെബ് ഡെവലപ്മെന്റ് ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനെ പറയാം, ഐ നീഡ് ടു ക്രിയേറ്റ് എ വെബ്സൈറ്റ്. ഓക്കെ, വെബ്സൈറ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് ചെറിയൊരു ഇൻട്രോ തന്നിട്ട് എന്ത് ചെയ്യാം, സാധനങ്ങൾ തുടങ്ങാം. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ എന്താ പറയാ, എന്താ സെർച്ച് ചെയ്യാം, ആപ്പിൾ സെർച്ച് ചെയ്യുമ്പോൾ കുറച്ച് സാധനങ്ങൾ റിസൾട്ട്സ് അങ്ങനെ വരുന്നുണ്ട്, കണ്ടോ. ഇപ്പോ apple.com എന്നുള്ളൊരു എന്താ പറയാ, ഈ ഇവിടെ കാണുന്ന ഈ സെർച്ച് ബാറിലേക്ക് കാണുന്നതിനെ നമ്മൾ URL എന്നാണ് പറയാ. മനസ്സിലായോ? അതായത് apple.com www.apple.com/in എന്നുള്ളതിനെ നമ്മൾ എന്താ പറയാ, അതിന്റെ URL എന്നാണ് പറയാ. അപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിൾ എന്ത് ചോദിച്ചാല് ഇത് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ URLs ഗൂഗിളിന് അറിയാം. ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ നമ്മള് ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ apple.com എന്നുള്ള ഒരു സൈറ്റ് ആയിരിക്കും യൂസർ ഉദ്ദേശിക്കുന്നത്. ഇനി ആപ്പിൾ ഫ്രൂട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാല് ഓക്കെ, ആപ്പിൾ ഫ്രൂട്ട് നടിച്ചു കഴിഞ്ഞാൽ സൈറ്റ് മാറി, കണ്ടോ. ആപ്പിൾ നടിച്ചപ്പോ ഒന്നും, ആപ്പിൾ ഫ്രൂട്ട് നടിച്ചപ്പോ വേറൊന്നും. അപ്പൊ ഗൂഗിളിന് അറിയാം നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഓരോരോ വെബ്സൈറ്റുകൾ, ഓരോ വെബ്സൈറ്റിന്റെ ലിങ്കുകൾ ഇങ്ങനെ സെർച്ചിന്റെ പേജിൽ കൊണ്ടുവരും. അപ്പൊ അതിലേതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമ്മളെ സെർച്ചിന്റെ URL മാറിയിട്ട് അതിന്റെ ഒരു apple.com എന്നുള്ളൊരു, അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നതാണ് ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മൾ ബ്രൗസറിലൊക്കെ സ്ഥിരം വെബ്സൈറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും അല്ലെങ്കിൽ ആമസോൺ ആണെങ്കിലും അങ്ങനെയുള്ള പല വെബ്സൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ കാണുന്ന ഈ പാർട്ടിനെ, അതായത് നമുക്ക് എന്താണോ നോക്കി കാണാൻ പറ്റുന്നത് അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലൈന്റ് എന്ന് പറയാം. മനസ്സിലായോ? ക്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നോക്കി കാണുന്ന, നമ്മൾ കമ്പ്യൂട്ടറിൽ കാണുന്ന പാർട്ടിനെ, നമ്മൾ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ കാണുന്നുണ്ട്, ഇപ്പൊ ഇവിടെ ഒരുപാട് ലിങ്കുകൾ ഉണ്ട്, ഒരു നെയിം ബാർ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പേജ് കാണിക്കുന്നുണ്ട്, അതിൽ കുറെ പ്രൊഡക്ട്സ് ഉണ്ട്. എന്ത് പറ്റി, സ്ക്രീൻ ഷെയർ കാണാൻ ഒക്കുന്നില്ല? എല്ലാവർക്കും ഇഷ്യൂ ഉണ്ടോ? വേറെ ആർക്കെങ്കിലും ഇറ്റ്സ് വിസിബിൾ? അർത്തലാൽ സി ഒന്ന് റീജോയിൻ ചെയ്യോ, എക്സിറ്റ് ചെയ്തിട്ട്. ചിലപ്പോ നെറ്റിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് ഒന്ന് റീജോയിൻ ചെയ്യോ? ഓക്കെ, അതായത് നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ ജസ്റ്റ് ബേസിക് ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന കുറെ പ്രൊഡക്ട്സ്, ഇതൊക്കെ നമുക്ക് കാണിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ, നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്ലൈന്റ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഒരു വെബിന്റെ പല പാർട്ടുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ കാണുന്നത് എന്താണ്, ക്ലൈന്റ് ആണ്. ഓക്കെ, അപ്പൊ ക്ലൈന്റ് നമ്മൾ കണ്ടു.
ഓക്കെ, ക്ലയന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കാണുന്ന ഇപ്പൊ ഇതൊരു വെബ്സൈറ്റ് ആണ്. ഈ വെബ്സൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്, നമ്മൾ സെലക്ട് ചെയ്യുന്ന കമ്പോണൻസ് അതെല്ലാം ക്ലയന്റ് സൈഡിലാണുള്ളത്. ക്ലയന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ബ്രൗസറിൽ എന്താണോ കാണുന്നത് അതിനെ ക്ലയന്റ് എന്ന് പറയും. അപ്പോ അത് സംഭവം ക്ലിയർ അല്ലേ? ക്ലയന്റ് എന്താന്നുള്ളത് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ക്ലയന്റ് എന്താ മനസ്സിലായി. ക്ലയന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന, നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ. ഇനി നമ്മളൊരു Amazon.in പോവാണ്. അപ്പൊ ഇവിടെ കാണുന്നത് നമ്മൾ പറഞ്ഞ മാതിരി എന്താണ്, ക്ലയന്റ് ആണ്. ഇവിടെ കുറെ പ്രൊഡക്ട്സ്, കുറെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടെ അങ്ങനെ പോയിട്ട് സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇമെയിലൊക്കെ അടിക്കും. ഇപ്പൊ എന്റെ ഇമെയിൽ ഞാൻ അടിക്കുകയാണ്. അപ്പോ ഇവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നവരെ ക്ലയന്റിലാണുള്ളത്, കാരണം നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്തു. ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ആമസോൺ എന്ത് ചെയ്യും? ആമസോണിന് ഒരു സെർവർ ഉണ്ടാവും. ആമസോണിന്റെ സെർവർ എന്ന് പറഞ്ഞാൽ എന്താ? സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർനെറ്റും ഇലക്ട്രിസിറ്റിയും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫുൾ ടൈം 24/7 ഇന്റർനെറ്റും ഇലക്ട്രിസിറ്റിയും കൂളിങ്ങും ഫുള്ള് AC റൂമിൽ ഒരു ഡാറ്റാ സെന്റർ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഡാറ്റാ സെന്റർ. അപ്പൊ ഇങ്ങനെ ഒരുപാട് സെർവറുകൾ കൊണ്ടുവയ്ക്കുന്ന സ്ഥലത്തിനാണ് ഡാറ്റാ സെന്റർ എന്ന് പറയാം. അപ്പൊ നമ്മള് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ എന്താ പറയാ, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ആൾക്കാർ. അപ്പൊ ഇവിടെ ഫുൾ ടൈം ACയും ഫുൾ ടൈം ഇന്റർനെറ്റും ഫുൾ ടൈം പവർ ബാക്കപ്പ്, ഇന്റർനെറ്റ്, ഇലക്ട്രിസിറ്റി എല്ലാം. അപ്പൊ ഇതിൽ ഓരോന്നും ഓരോ സെർവറുകളായിരിക്കും. ഇപ്പൊ ഇവിടെ കാണുന്ന ഓരോ കഷ്ണങ്ങൾ കണ്ടില്ലേ, അതൊക്കെ ഓരോരോ സെർവറുകളായിരിക്കും. അങ്ങനെ ഒരുപാട് സെർവറുകൾ കൊണ്ടുവയ്ക്കുന്ന സ്ഥലത്തായിരിക്കും ഡാറ്റാ സെന്ററുകൾ എന്ന് പറയുന്നത്. അപ്പൊ ആമസോണിന് ഇങ്ങനത്തെ ഡാറ്റാ സെന്റേഴ്സ് ഒരുപാട് ഉണ്ടായിരിക്കും. അപ്പൊ ആമസോണിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇമെയിൽ അടിക്കുമ്പോൾ അങ്ങനെ ഒരു ഇമെയിൽ ഉണ്ടോന്ന് ആര് ചെക്ക് ചെയ്യും? ആമസോണിന്റെ ആ ഒരു സർവീസ് അല്ലെങ്കിൽ ആമസോണിന്റെ ഒരു സെർവർ എന്ത് ചെയ്യും? ഓക്കെ, sunithvs2002@gmail.com എന്നൊരു ഇമെയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം. അപ്പൊ ആമസോണിൽ എന്തുണ്ടാവും? ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അതിന്റെ ഒരു ബാക്ക് സൈഡിൽ, അതായത് നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സൈഡില് എന്ത് നടത്തിയിട്ടുണ്ടാവും? ഇപ്പൊ ഇങ്ങനെ ഒരു ഇമെയിൽ ഉണ്ടോ, അത് എക്സിസ്റ്റിംഗ് ആണോ, അത് വാലിഡ് ആണോ, അല്ലാണ്ട് നമ്മൾ ഇപ്പോ വേറെ ഇതുവരെ ഉപയോഗിക്കാത്ത വല്ല ഇമെയിലും ആണ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആമസോൺ പറയും ഇങ്ങനെ ഒരു മെയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഇതൊന്ന് ബാക്ക് അടിച്ച് സുനിത് വേറൊരു നമ്പർ കണ്ടോ, ലെറ്റ്സ് ക്രിയേറ്റ് an account using your mobile number, looks like you are new to Amazon. അപ്പൊ നേരത്തെ എന്റെ കറക്റ്റ് ഇമെയിൽ അടിച്ചപ്പോ ഇവിടെ 2002 അടിച്ചപ്പോ എന്ത് വന്നു? എന്നോട് പാസ്വേഡ് എന്റർ ചെയ്യാൻ ചോദിച്ചു. കണ്ടോ? നേരെ മറിച്ച് ഞാന് തെറ്റായിട്ടുള്ള ഒരു ഇമെയിൽ അടിച്ചപ്പോ ലുക്സ് ലൈക്സ് യു ആർ ന്യൂ ടു ആമസോൺ. അപ്പൊ ആമസോൺ എന്ത് ചെയ്തു? നമ്മുടെ ആമസോണിന്റെ ഒരു സെർവർ ഉണ്ട്. സെർവർ ആമസോൺ ക്ലയന്റിൽ നിന്ന് നമ്മൾ ഇമെയില് ആരോട് ചോദിച്ചു? ഇമെയില് ഈ സെർവറിന് അയച്ചു കൊടുത്തു. ക്ലയന്റിന് നമ്മൾ ഇമെയിൽ എന്ത് ചെയ്തു? ഈ സെർവറിന് അയച്ചു കൊടുത്തു. സെർവർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് നേരത്തെ ചിത്രത്തിൽ കണ്ട മാതിരി ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു റൂമില് ഫുൾ ടൈം നെറ്റും ഫുൾ ടൈം കറണ്ടും ഫുൾ ടൈം പവർ ബാക്കപ്പും, കറണ്ട് പോയാലും ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഇൻവേർട്ടറുകളും ഒക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടൊരു സ്ഥലമായിരിക്കും. അപ്പൊ അവിടുത്തെ സെർവറിലേക്ക് ആര് എന്ത് ചെയ്യും? ഈ ഇമെയിൽ അയച്ചു കൊടുക്കും. ആര്? ക്ലയന്റ്. ക്ലയന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ബ്രൗസർ, നമ്മൾ കണ്ട വെബ്സൈറ്റ്. സെർവർ എന്ത് ചെയ്യിച്ചാല് സെർവറിന് എന്തുണ്ടാവും? ഒരുപാട് ഡാറ്റാബേസ് ഉണ്ടാവും. ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇത്രയും ആൾക്കാരുടെ പ്രൊഡക്ട്സ്, നമ്മളുടെ യൂസറിന്റെ ഇൻഫോർമേഷൻസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ. ഇപ്പൊ നമ്മൾ എക്സൽ ഷീറ്റ് ഒക്കെ കണ്ടിട്ടില്ലേ? ഇപ്പൊ ഡാറ്റാബേസ് എന്താന്ന് അറിയാത്തവർക്ക് ഞാൻ ഒരു സിമ്പിൾ സാധനം പറയാം. ഇപ്പൊ ഇതൊരു ഡാറ്റാബേസ് ആണ് നമുക്ക് വേണേ പറയാം. ഇപ്പൊ ഇവിടുത്തെ എന്താ പറയാ, സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷീറ്റ് ഉണ്ടാക്കി. അപ്പൊ അതിന് നെയിം ഉണ്ട്, ഇമെയിൽ ഉണ്ട്, ഫോൺ ഉണ്ട്, കോളേജ് ഉണ്ട്, ജസ്റ്റ് ഷോർട്ടാക്കി എഴുതിയൊക്കെയാണ്. പിന്നെന്താ, ഒരു ലൊക്കേഷൻ ഉണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ഒരാളുടെ പേര് സുനിത്തിന്റെ ഇമെയില്, സുനിത്തിന്റെ ഫോണ്, കോള്, അതിന്റെ ലൊക്കേഷൻ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് റോസ് ഇങ്ങനെ ആഡ് ചെയ്ത് പോവാം. ഇതൊരു ഡാറ്റാബേസ് ആയി. കാരണം ഡാറ്റാബേസ് ആണ് ഒരു ഡാറ്റ സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. അപ്പൊ ഇതൊരു സ്ട്രക്ചേർഡ് ആയിട്ട്
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് ഒരു ടേബിൾ പോലെ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ചില ഡാറ്റാബേസസ് അതിനെ ഒരു എന്താ പറയാ ഒരു ഫയലായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഗ്രാഫായിട്ട് സ്റ്റോർ ചെയ്ത്, പല ടൈപ്പ് ഓഫ് സാധനങ്ങളുണ്ട്. അതിലേക്കൊന്നും നമ്മൾ പോകണ്ട. ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ കുറെ ഡാറ്റ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സ്ഥലം. അത് ചിലപ്പോൾ എക്സൽ ഷീറ്റ് ആവാം, ചിലപ്പോൾ ഒരു പോസ്റ്റ്ഗ്രസ് ഡാറ്റാബേസ് ആവാം. അപ്പൊ എക്സൽ ഷീറ്റിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ വലിയ വലിയ കമ്പനി, വലിയ ഇത്ര ആമസോണിനൊക്കെ പറഞ്ഞാൽ കോടിക്കണക്കിന് യൂസേഴ്സ് ഉണ്ട്. കോടിക്കണക്കിന് യൂസേഴ്സ് നമ്മൾ എക്സൽ ഷീറ്റിൽ നിന്ന് ഇങ്ങനെ റീഡ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാല് എക്സൽ ഷീറ്റ് അടിച്ചു. അപ്പൊ ഇത്രയും ആൾക്കാരെ, ഞാൻ പറയുന്നത് സ്പീഡ് ആവുന്നുണ്ടോ? സ്പീഡ് ആവുന്നുണ്ട് എന്ന് പറയുന്നവരൊന്ന് കൈവെക്കോ? മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നവരൊന്ന് കൈവെക്കോ? ഞാൻ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. നിങ്ങള് ഞാൻ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് ചാറ്റിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, പറഞ്ഞു വന്നത്? ഓക്കെ, എക്സൽ ഷീറ്റിൽ നമ്മളൊരു 1 കോടി യൂസേഴ്സിന്റെ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു 1000-10,000 റോസ് എത്തുമ്പോഴേക്ക് തന്നെ ഇത് ഹാങ് ആവാൻ തുടങ്ങും. പിന്നെ 1 കോടി യൂസർ എത്തിക്കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ കത്തിപ്പോവും. അപ്പൊ ഇങ്ങനെ വലിയ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വലിയ ഡാറ്റാബേസും അതിലുള്ള പ്രോസസ്സിംഗ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ബേസിക്കലി ഡാറ്റ നമുക്കുണ്ട്, അത് സ്റ്റോർ ചെയ്യണം. അതെവിടെ സ്റ്റോർ ചെയ്യണം? ഒരു സെർവറിനോടനുബന്ധിച്ച് സ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് നമുക്ക് എന്ത് വേണം? ഒരു ഡാറ്റാബേസ് വേണം. ഓക്കെ, ഇവിടേക്ക് എന്ത് ചെയ്യും, ഇതേ ഇമെയിൽ ഈ സെർവർ എന്ത് ചെയ്യിച്ചാല് ഈ ഡാറ്റാബേസ് പോയി സെർച്ച് ചെയ്യും. ബേസിക്കലി ഇപ്പോ നമ്മൾ ഇവിടെ പോയിട്ട് സുനിത്ത് എന്ന് സെർച്ച് ചെയ്യണ പറയും, സുനിത്ത് VS2002@gmail.com ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യും. ഇപ്പൊ ഇതിലെന്തല്ല .com ഉണ്ടോ? 0/0, അതായത് ഇങ്ങനെ ഒരു മെയിൽ ഇല്ല. ഇങ്ങനൊരു മെയിൽ ഇല്ല എന്ന് പറയുമ്പോ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ നേരത്തെ കണ്ട മാതിരി ലുക്സ് ലൈക്സ് യു ആർ ന്യൂ ടു ആമസോൺ. ഇനി ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, എന്റെ ഇമെയിൽ ID അടിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ കണ്ടോ 1 of 1 ഒരു ഇമെയിൽ ഉണ്ട്. അപ്പൊ സെർച്ച് ചെയ്യുമ്പോൾ ഇമെയിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളോട് എന്ത് പറയും? ഇപ്പൊ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ആക്ച്വൽ ഇമെയിൽ ID അടിക്കുമ്പോൾ നമ്മളോട് എന്ത് പറയും? ഓക്കെ, ഓൾറെഡി ഉണ്ട്, പാസ്വേഡ് അടിക്കാൻ പറയും. അപ്പൊ ബേസിക്കലി ഇതാണ് ഇതിന്റെ ബാക്കിൽ നടക്കുന്നത്. അതായത് നമ്മള് ഇമെയിൽ ആർക്ക് അയച്ചു കൊടുക്കും? ക്ലയന്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ബ്രൗസർ. ഈ ഇമെയിൽ നമ്മൾ ആമസോണിന്റെ സെർവറിലേക്ക് അയച്ചു കൊടുക്കും. ആമസോണിന്റെ സെർവറിലേക്ക് അയച്ചു കൊടുക്കും? ഇമെയിൽ ക്ലയന്റ് അയച്ചു കൊടുക്കും. എന്നിട്ട് ആ സെർവർ എന്ത് ചോദിച്ചാൽ, ആമസോണിന്റെ സെർവർ നമ്മളെ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ എക്സൽ പോലെ ആലോചിച്ചാൽ മതി കേട്ടോ. എക്സലിൽ നമ്മൾ Ctrl+F അടിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്യുന്നത് പോലെയാണ് ആര് സെർച്ച് ചെയ്യുക? നമ്മളെ ആമസോണിന്റെ സെർവർ ആരോട് സെർച്ച് ചെയ്യുക? ഈ ഡാറ്റാബേസിനോട്. ആമസോണിന്റെ സെർവർ ഡാറ്റാബേസിനോട് ചോദിക്കും, ഡാറ്റാബേസ് ഈ സുനിത്ത് VS2002 എന്ന് പറഞ്ഞിട്ടുള്ള ഇമെയിൽ ഈ ഡാറ്റാബേസിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ ഡാറ്റ എനിക്ക് വേണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞോ. അപ്പൊ ഓൾറെഡി ഉള്ള യൂസർ ആണെങ്കിൽ ഡാറ്റാബേസ് എന്ത് പറയുക, ഓക്കെ ഇങ്ങനത്തെ ഒരു യൂസർ ഉണ്ട്, അപ്പൊ ആ യൂസറിനോട് പാസ്വേഡ് അടിക്കാൻ പറയാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇതേ ചോദ്യം നമ്മൾ ഒരാളോട് ഇങ്ങനെ ചോദിച്ച മാതിരിയാണ്. അപ്പൊ ആദ്യം നമ്മൾ ക്ലയന്റ് സെർവറിന്റെ അടുത്ത് ചോദിച്ചു, സെർവർ ഡാറ്റാബേസിന്റെ അടുത്ത് ചോദിച്ചു. ഇനി ഇതേ സാധനം ഇങ്ങോട്ട് കിടക്കും, കണ്ടോ? അതായത് ഇമെയിൽ ഫൗണ്ട്, ഇമെയിൽ അല്ലെങ്കിൽ യൂസർ ഫൗണ്ട്. അപ്പൊ ഡാറ്റാബേസ് സെർവറിനോട് എന്ത് പറയും? യൂസറിനെ കിട്ടി എന്ന് പറയും. അപ്പൊ സെർവർ ഇതേപോലെ ക്ലയന്റിന്റെ അടുത്ത് എന്ത് പറയും? യൂസർ ഫൗണ്ട്. അപ്പൊ ഇതൊരു ഫ്ലോ ആണ്. അപ്പൊ ക്ലയന്റ് ആദ്യം ഇമെയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് സെർവറിനോട് ചോദിച്ചു, സെർവർ ഡാറ്റാബേസിനോട് ഇമെയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ച്, ഡാറ്റാബേസ് ഓക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, യൂസർ ഉണ്ട് എന്ന് സെർവറിനോട് പറഞ്ഞ് സെർവർ എന്ത് ചെയ്യും? ക്ലയന്റിന്റെ അടുത്ത്. ക്ലയന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ബ്രൗസർ കേട്ടോ, വേറെ ഒന്നുമില്ല, വേറെ ടെൻഷൻ എന്താ പറയാ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. നമ്മൾ കണ്ട ബ്രൗസറിലേക്ക് എന്തെത്തും? ഇവിടെ കണ്ട റെസ്പോൺസ് എത്തും. ഇപ്പൊ യൂസർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാസ്വേഡിന്റെ ആ ഒരു ബോക്സ് കാണിക്കും. ഈ ഒരു റെസ്പോൺസിനനുസരിച്ചിട്ടായിരിക്കും ഇവിടുത്തെ ഒരു ലോജിക്ക് കിടക്കുന്നുണ്ടാവും. അപ്പൊ യൂസർ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാല് എന്ത് കാണിക്കും? ഹലോ, ഡൗട്ട് ഉണ്ടോ? മൈക്കോണാണോ? ഓക്കെ, അപ്പൊ യൂസർ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡിന്റെ ബോക്സ് കാണിക്കും. യൂസർ ഇല്ല എന്നാണ് ഇവിടുത്തെ റെസ്പോൺസ് എങ്കില് അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ഇവിടെ സുനിത്ത്
തെറ്റായിട്ടുള്ള ഒരു ഇതാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ എന്ത് റെസ്പോൺസ് കിട്ടും? യൂസർ നോട്ട് ഫൗണ്ട്, ഒരു 404 എന്തെങ്കിലും സ്റ്റാറ്റസ് കോഡ് കിട്ടുമെന്ന് വിചാരിച്ചോ. ഇനി ഇവിടേക്ക് എന്ത് ചെയ്യും? യൂസർ നോട്ട് ഫൗണ്ട് എന്ന് ആര് പറഞ്ഞു കൊടുക്കും? സെർവർ പറഞ്ഞു കൊടുക്കും. സെർവർ ക്ലയന്റിനോട് യൂസർ അങ്ങനെ യൂസർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സംഭവം നടക്കും. എന്ത് കണ്ടോ? ലുക്സ് ലൈക്സ് യു ആർ ന്യൂ ടു ആമസോൺ. അപ്പൊ ക്ലയന്റ് എന്ത് ചെയ്യും? ഈ ഒരു റെസ്പോൺസിനനുസരിച്ച് നമ്മളുടെ ബട്ടൺ കാണിക്കേണ്ട പോലെയോ അല്ലെങ്കിൽ ബേസിക്കലി ഒരു മൊത്തം വെബ് വർക്ക് ചെയ്യുന്നത് ഈ ഒരു പ്രിൻസിപ്പിളാണ്. ക്ലയന്റ് ഉണ്ടാവും, സെർവർ ഉണ്ടാവും, ഡാറ്റാബേസ് ഉണ്ടാവും. ചിലതിൽ ക്ലയന്റ് മാത്രമല്ല ഉണ്ടാവും. നമ്മൾ പറയാം സെർവറും ഡാറ്റാബേസ് ഇല്ലാത്ത വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്. അതായത് ബേസിക്കലി ഒരു എന്താ പറയാ, വെബ്സൈറ്റിന് ക്ലയന്റ് മാത്രം മതി. എന്തിന്? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാനാണ് വെച്ചാൽ ഇപ്പൊ ഏതാ, ഓക്കെ, അപ്പൊ ഇത് എന്റെ ഒരു പ്രോജക്റ്റ് ആണ്. അപ്പൊ ഇതിൽ എന്തുണ്ട്? ജസ്റ്റ് ഈ ഡാറ്റ നിങ്ങൾ നോക്കിയാലും, ഇപ്പൊ ഞാൻ ഇത് ചാറ്റിലിടാം, ഇത് ആര് വന്ന് നോക്കിയാലും ഇതേ ഡാറ്റയാണ് കാണുക. മനസ്സിലായോ? അതായത് ഞാൻ വന്ന് നോക്കിയാലും, ഇവിടുന്ന് നിങ്ങൾ വന്ന് നോക്കിയാലും, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് വന്ന് നോക്കിയാലും ഇതേ വെബ്സൈറ്റ് ആണ് കാണുക. അതായത് ആര് വന്ന് നോക്കിയാലും ഒരേ വെബ്സൈറ്റ് ആണ് കാണുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് പറയാം. സ്റ്റാറ്റിക് ആണ്, അതിലെ ഡാറ്റ മാറുന്നില്ല. മനസ്സിലായോ? അതായത് ഞാൻ വന്ന് നോക്കിയാലും, നിങ്ങൾ വന്ന് നോക്കിയാലും, രാവിലെ വന്ന് നോക്കിയാലും, ഉച്ചയ്ക്ക് വന്ന് നോക്കിയാലും ഒരേ കണ്ടന്റ് ആണ്. അതെന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല എങ്കിൽ അതിനെ സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? സ്റ്റാറ്റിക് വെബ്സൈറ്റ്. ഇനി ഇൻസ്റ്റഗ്രാം ഇതുപോലെയാണോ? ഇപ്പൊ ഇതുപോലെ എന്റെ ഇൻസ്റ്റഗ്രാം എടുക്കുന്നില്ല, എന്റെ ഇൻസ്റ്റഗ്രാം എടുത്തു കഴിഞ്ഞാലുള്ള ഫീഡ് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഫീഡായിരിക്കും, എന്റെ ഇൻസ്റ്റഗ്രാമില് ഞാൻ ഫോളോ ചെയ്യുന്ന ഫീഡായിരിക്കും, അല്ലെങ്കിൽ എന്റെ ആമസോണിൽ ഞാൻ പർച്ചേസ് ചെയ്ത സാധനങ്ങളുടെ ലിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്റെ ഇൻഡസ്ട്രിയൽ ലിസ്റ്റ് ആയിരിക്കും, എന്റെ നെറ്റ്ഫ്ലിക്സിൽ ഞാൻ കാണുന്ന മൂവീസ് ആയിരിക്കും. അപ്പൊ ഓരോരുത്തർക്കനുസരിച്ച് ഡിഫറന്റ് ആയിട്ടുള്ള റെസ്പോൺസുകളാണ് കാണുന്നതെങ്കിൽ, അതായത് ഓരോരുത്തർക്കനുസരിച്ച് ഡിഫറന്റ് ആയിട്ടുള്ള റെസ്പോൺസുകളാണ് കാണുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക വെച്ചാല് ഡൈനാമിക് വെബ്സൈറ്റ്. അപ്പൊ ഡൈനാമിക് വെബ്സൈറ്റ് ആണ് വെച്ചാൽ ഇതിന് എന്ത് വേണം? ഒരു സെർവർ വേണം, ഒരു ഡാറ്റാബേസ് വേണം, ഇത്രയും കാര്യങ്ങൾ വേണം. സ്റ്റാറ്റിക് വെബ്സൈറ്റ് ആണെങ്കിൽ അതിന് വേണ്ടി വരില്ല. ഇവിടെ അതിനെന്ത് മാത്രം മതി? ക്ലയന്റ് മാത്രം മതി. അപ്പോ കണ്ടോ, ഇതിന് സ്റ്റാറ്റിക് വെബ്സൈറ്റ് ആണെങ്കിൽ എന്ത് മാത്രം മതി? ക്ലയന്റ് മാത്രം മതി. ഡൈനാമിക് വെബ്സൈറ്റ് ആണെങ്കിൽ എന്തൊക്കെ വേണം? ക്ലയന്റ് വേണം, സെർവർ വേണം, ഡാറ്റാബേസ് വേണം. ഒരു ഡൈനാമിക് വെബ്സൈറ്റിന് എന്തൊക്കെ വേണം? ക്ലയന്റ് വേണം, സെർവർ വേണം, ഡാറ്റാബേസ് വേണം. സ്റ്റാറ്റിക് വെബ്സൈറ്റിന് ക്ലയന്റും മാത്രം മതി, അതായത് ഒരു ഫ്രണ്ട് എൻഡ് സംഭവങ്ങൾ മാത്രം മതി. ഇത്രയും പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? സംശയം ഉണ്ടോ? സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്താ, ഡൈനാമിക് വെബ്സൈറ്റ് എന്താ, അല്ലെങ്കിൽ എന്താണ് സെർവർ, എന്താണ് ഡാറ്റാബേസ്, എന്താണ് ക്ലയന്റ്, ഇത്രയും കാര്യങ്ങൾ, ഒരു 4-5 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ആർക്കെങ്കിലും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്? അത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അല്ല, ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കും. ഇനി ഇങ്ങനെ ആരും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കൺഫ്യൂഷൻ ആക്കണ്ട അല്ലെ? സ്റ്റാറ്റിക് ഒന്നുകൂടെ പറയൂ. ഓക്കെ ഓക്കെ ഓക്കെ, ആ ഫ്ലോ ചാർട്ട് ഒന്നും കൂടി കാണിക്കൂ. ഓക്കെ, ഞാൻ ആക്ച്വലി ഈ ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇതെന്ത് ചെയ്യാം? ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഇവിടെ കാണാം. ഡൗട്ട് വെച്ചെടുക്കാം. അപ്പൊ സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അപ്പൊ ഞാൻ ഈ ഒരു വെബ്സൈറ്റ് എടുത്ത് കാണിച്ചു തന്നു. അപ്പൊ ഇത് ഒന്ന് എടുത്ത് നോക്കി നോക്കൂ. ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ എടുത്താലും ഞാൻ എടുത്താലും അമേരിക്കയിലെ ട്രംപ് എടുത്താലും ഒരേ സാധനം കാണുക. അതായത് ഈ ഡാറ്റയ്ക്ക് എന്ത് വരുന്നില്ല? മാറ്റം വരുന്നില്ല. ഈ എഫേർട്ട്ലെസ് പോർട്ട്ഫോളിയോ എന്നുള്ളത് കാണും, അല്ലെങ്കിൽ 2024 റാപ്പിഡ് എന്നുള്ളത് കാണും, സ്റ്റോപ്പ് പോർട്ട്ഫോളിയോ പാനിക് എന്നുള്ളത് കാണും. അപ്പൊ ഇതേ അനിമേഷൻ കാണും. എല്ലാരും എടുത്താലും ഇതേ ഡാറ്റയാണ് എന്ത് ചെയ്യാം? കാണാം. അപ്പൊ അത്തരം അത് സ്റ്റാറ്റിക് ആണ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ?
അതിന് ചലനമില്ല. അതായത് അതെന്തില്ല, അത് ചേഞ്ച് ആവുന്നില്ല. ആരെടുത്താലും ഒരേ കാര്യമാണ് കാണുന്നതെങ്കിൽ അതെന്താണ് സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അത് ഇപ്പൊ ആമസോൺ ഒന്ന് ആലോചിച്ച് നോക്കുക. ആമസോൺ ഞാൻ എടുത്താലും നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഓരോരോരോ കണ്ടന്റ് ആയിരിക്കും എന്തുണ്ടാവുക കാണും. അത് ഡൈനാമിക് ആണ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ എടുത്താലും നിങ്ങൾ എടുത്താലും ഇങ്ങനെ തന്നെ ആലോചിക്കുക. ആരെടുത്താലും ഒരേ ഡാറ്റ കാണുന്നുണ്ടെങ്കിൽ അത് സ്റ്റാറ്റിക്. ഞാൻ എടുത്താലും നിങ്ങൾ എടുത്താലും അമേരിക്കയിലുള്ള ആളെടുത്തു കഴിഞ്ഞാലും യൂറോപ്പിലുള്ള ആളെടുത്തു കഴിഞ്ഞാലും ഒരേ വെബ്സൈറ്റ് ആണ് കാണുന്നത്. അതെന്താണ്, ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് ആണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരേ കണ്ടന്റ് കാണുന്നത്. ഇനി ഡൈനാമിക് വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന ഒരു കണ്ടന്റ്, എന്റെ ഇൻസ്റ്റാഗ്രാം റീലിലുള്ള കണ്ടന്റ് ആയിരിക്കില്ല നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം റീലിലുള്ള കണ്ടന്റ്, എന്റെ ഫേസ്ബുക്കിലുള്ള കണ്ടന്റ് ആയിരിക്കില്ല നിങ്ങളുടെ ഫേസ്ബുക്കിലുള്ള കണ്ടന്റ്, എന്റെ ട്വിറ്ററിലുള്ള കണ്ടന്റ് ആയിരിക്കില്ല നിങ്ങളുടെ ട്വിറ്ററിലുള്ള കണ്ടന്റ്. അതെന്ത് ചെയ്യും, ഓരോരുത്തർക്ക് അനുസരിച്ച് മാറും. അപ്പൊ അതിന് ഡൈനാമിക്, അത് ഡൈനാമിക് ആണ്. ഡൈനാമിക് എന്ന് പറയുമ്പോൾ മാറും, ഓരോരുത്തർക്ക് അനുസരിച്ച് മാറുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയുന്നു, ഡൈനാമിക് വെബ്സൈറ്റ് എന്ന് പറയുന്നു. അപ്പൊ സ്റ്റാറ്റിക്, ഡൈനാമിക്. ഫ്ലോ ചാർട്ട് ഒന്നുകൂടി കാണിക്കാൻ വേണേല്, ഒരു ക്ലയന്റ് ഉണ്ട്. സ്റ്റാറ്റിക് വെബ്സൈറ്റിന് എന്ത് മാത്രം മതി, ക്ലയന്റ് മാത്രം മതി. ഡൈനാമിക് വെബ്സൈറ്റിന് എന്തൊക്കെ വേണം, ഒരു ക്ലയന്റ് വേണം, സെർവർ വേണം, ഡാറ്റാബേസ് വേണം. ക്ലിയർ അല്ലേ? ഡൗട്ട് ചോദിച്ച അത്ലാൽ മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആരാ സ്റ്റാറ്റിക് ഒന്ന് ഫാഹിസയ്ക്ക് മനസ്സിലായോ? ഫാഹിസയ്ക്ക് മനസ്സിലായോ? പോയോ? മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ചാറ്റിൽ ഇട്ടാൽ മതി. ഓക്കെ, ഒരു ബേസിക് ഐഡിയ കിട്ടിയില്ലേ എന്താണ് വെബ്. ഇനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാല് വെബ് അറിയില്ല അല്ലെങ്കിൽ എന്താണ് വെബ് ഡെവലപ്മെന്റ്. വെബ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ സാധനം നമ്മൾ ഉണ്ടാക്കുക. ഇതില് ബാക്ക് എൻഡ് ഉണ്ടാക്കേണ്ടി വരും. ബാക്ക് എൻഡ് എന്ന് പറഞ്ഞാൽ സെർവർ ഉണ്ടാക്കേണ്ടി വരും, ഡാറ്റാബേസ് ഉണ്ടാക്കേണ്ടി വരും, ക്ലയന്റ് ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ ഈ ഓരോന്നോരോന്ന് ഉണ്ടാക്കുന്ന ആൾക്കാർ, അതായത് ക്ലയന്റ് മാത്രം ഉണ്ടാക്കുന്ന ആൾക്കാരെ ഫ്രണ്ട് എൻഡ് എഞ്ചിനീയേഴ്സ് എന്ന് പറയും. അപ്പൊ ഫ്രണ്ട് എൻഡ് ആണ്, നമ്മൾ കാണുന്ന സാധനങ്ങളാണ്. അപ്പൊ ഈ ഇവിടേക്ക് തന്നെ വരാം. ഈ ക്ലയന്റ് ഉണ്ടാക്കുന്ന ആളെ നമ്മൾ എന്ത് ചെയ്യും, ഫ്രണ്ട് എൻഡ് എഞ്ചിനീയേഴ്സ് എന്ന് പറയും. ഫ്രണ്ട് എൻഡ് എന്ന് പറയും. ഈ ബാക്ക് എൻഡ് സെർവർ ഉണ്ടാക്കുന്നവനെ ബാക്ക് എൻഡ് എഞ്ചിനീയർ എന്ന് പറയും. അപ്പൊ ബേസിക്കലി ഇത് രണ്ടും കൂടി ചേർന്നതായിരിക്കും എന്തുണ്ടാവുക, ഒരു ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. ബാക്ക് എൻഡ് മനസ്സിലായോ? കളർ കൊടുക്കാം. ഈ ഒരു സൈറ്റില് ഇത്രയും പാർട്ടാണ് ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. ഇത്രയും പാർട്ട്, ബാക്കിയുള്ള ഈ ഒരു പാർട്ടാണ്, സോറി ഒരു സെക്കൻഡ്, ബാക്കിയുള്ള പാർട്ടാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പാർട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ, ഇപ്പൊ ഞാനൊക്കെ എന്ന് പറയുമ്പോൾ ബാക്ക് എൻഡിൽ സെർവറിലെ കോഡും ഡാറ്റാബേസും ഒക്കെ ആയിട്ടാണ് കുറെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോ അങ്ങനെയുള്ള ആൾക്കാരെ ബാക്ക് എൻഡ് എഞ്ചിനീയേഴ്സ് എന്ന് പറയും. ഈ ഭാഗം മാത്രം ചെയ്യുന്ന ആൾക്കാരെ ഫ്രണ്ട് എൻഡ്, അതായത് നമ്മൾ കാണുന്ന UI, ഇപ്പൊ ഇങ്ങനത്തെ UI മാത്രം ഉണ്ടാക്കുന്ന ആൾക്കാരെ എന്ത് കാണിക്കുന്നു, ഫ്രണ്ട് എൻഡ് എഞ്ചിനീയേഴ്സ് എന്ന് പറയും. ഇപ്പൊ എന്താണ് ഫ്രണ്ട് എൻഡ്, എന്താണ് ബാക്ക് എൻഡ് എന്നുള്ള ഒരു ഐഡിയ കിട്ടിയോ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും? ഓക്കെ, ഇന്നത്തെ പരിപാടി കഴിയുമ്പോഴേക്കും നമ്മൾ എല്ലാവരും ഫ്രണ്ട് എൻഡ് എഞ്ചിനീയേഴ്സ് ആയി മാറും. ബാക്ക് എൻഡ് നമുക്ക് പഠിക്കാം, പക്ഷെ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ബേസിക് ഫ്രണ്ട് എൻഡിന്റെ കാര്യങ്ങളായിരിക്കും പഠിക്കുക. അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്കൊരു ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞുതരാം, പക്ഷെ ഇന്നത്തെ പരിപാടി ആകുമ്പോഴേക്കും നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ട് എൻഡ് എഞ്ചിനീയേഴ്സ് ആയിട്ട് മാറും. നിങ്ങൾ കോൺഫിഡന്റ് അല്ലേ? കോൺഫിഡന്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ. ആർക്കെങ്കിലും കോൺഫിഡൻസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ റെഡിയാക്കാമോ? ഓക്കെ, എല്ലാവർക്കും കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ തന്നെ ഒരു 10 മിനിറ്റിൽ നമ്മൾ എല്ലാവരും ഫ്രണ്ട് എൻഡ് എഞ്ചിനീയേഴ്സ് ആവുന്നത് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, നമ്മൾ നേരത്തെ പോലെ ക്ലോഡിലേക്ക് വരാം. പണ്ടൊക്കെ ആയിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു ഫ്രണ്ട് എൻഡ് എഞ്ചിനീയർ ആവണം വെച്ചാൽ എന്താണ് HTML എന്ന് അറിയണം, എന്താണ് CSS എന്ന് അറിയണം, എന്താണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് അറിയണം, ഇതൊക്കെ പാടെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് അറിയണം, ഇതിന്റെ കുറെ ടാഗ് അറിയണം, ഇതിന്റെ കുറെ സിന്റാക്സ് അറിയണം. ഭയങ്കര മെനക്കെടായിരുന്നു. ഇന്ന് അതൊന്നും അറിയണ്ട. ഇന്ന് ChatGPT-നോട് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ മതി, നമുക്ക് വേണ്ടത് ചോദിക്കാൻ അറിഞ്ഞാൽ മതി, ബാക്കിയൊക്കെ ChatGPT ചെയ്തോ. അപ്പൊ ഐ നീഡ് ടു ക്രിയേറ്റ് എ വെബ്സൈറ്റ് ഫോർ മൈ സെൽഫ്. എല്ലാവരും ടൈപ്പ് ചെയ്തോട്ടോ. എല്ലാവരും ഇപ്പൊ തന്നെ ഉണ്ടാക്കണം. എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഇപ്പൊ തന്നെ എന്ത് ചെയ്യണം,
എനിക്ക് അതിന്റെ കോഡും കാര്യങ്ങളും ഷെയർ ചെയ്ത് തരാം. എങ്ങനെ ഷെയർ ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും എന്ത് ചെയ്യണം? ഐ നീഡ് ടു ക്രിയേറ്റ് എ വെബ്സൈറ്റ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം? ഇതിലേക്ക് എല്ലാവർക്കും ഹു ക്യാൻ ആക്സസ് പബ്ലിഷ്ഡ്, എല്ലാവർക്കും കൂടി ഇത് ചെയ്യാൻ പറ്റില്ല. എനിവൺ ക്യാൻ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. എനിവൺ ക്യാൻ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല തോന്നുന്നു. ഓക്കെ, അതിന് പ്രീമിയം കൊടുക്കണം തോന്നുന്നു. അപ്പോട്ടെ, വേറെ എന്തെങ്കിലും ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പൊ എല്ലാവരും മണിക്കൂർ കൊണ്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഹോസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ലിങ്ക് നമ്മൾ ചാറ്റിലിടും. അതാണ് നമ്മളുടെ ടാർഗറ്റ്. എല്ലാവരും ഓക്കെ അല്ലേ? കോൺഫിഡന്റ് അല്ലേ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ നമ്മൾ ചെയ്യാൻ പറ്റില്ല എന്ന്? അരമണിക്കൂർ കൊണ്ട് നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് ഹോസ്റ്റ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും? നമ്മൾ ചാറ്റിലിടും. അതാണ് നമ്മളുടെ ടാർഗറ്റ്. ഓക്കെ ഓക്കെ, സിമ്പിൾ. നമ്മൾ തുടങ്ങുകയാണ്. ഇപ്പൊ 8:03 8:33 നമുക്ക് എല്ലാവർക്കും ഒരു വെബ്സൈറ്റ് ഉണ്ടാവും. ഓക്കെ, അതിന് മുന്നേ ഉണ്ടാവും. 8:33 എല്ലാവർക്കും ഉണ്ടാവും എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഐ നീഡ് ടു ക്രിയേറ്റ് എ വെബ്സൈറ്റ് ഫോർ മൈസെൽഫ്. ഇനി എന്തൊക്കെയാണ് മൈസെൽഫിൽ വേണ്ടതെന്നുള്ളത്. മൈ നെയിം ഈസ് സുനിത് VS. ഓക്കെ, അപ്പൊ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. എന്റെ പേരെന്താണ്? സുനിത്താണ്. ഐ ആം വർക്കിംഗ് ആസ് എ, ഇപ്പൊ നിങ്ങൾ ഐ ആം സ്റ്റഡിങ് ഇൻ ദിസ് കോളേജ് എന്ന് കൊടുക്കാം. നിങ്ങൾ പഠിക്കല്ലേ? ഐ ആം വർക്കിംഗ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യാതുകൊണ്ട് ഐ ആം വർക്കിംഗ് ആസ് എ ബാക്ക് എഞ്ചിനീയർ അറ്റ് എജുപോർട്ട്. ഓക്കെ, എല്ലാവരും ഒപ്പം ടൈപ്പ് ചെയ്യണം, എന്നാലേ നമുക്ക് അരമണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മള് ഇവിടെ 145 പേരുണ്ട്. 145 പേരും അരമണിക്കൂർ കൊണ്ട് വെബ്സൈറ്റ് ഉണ്ടാക്കി ടോസ്റ്റ് ചെയ്യണം. അപ്പൊ എല്ലാവരും ടൈപ്പ് ചെയ്യണം. ഇനി മൊബൈലിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ മൊബൈലിലും ടൈപ്പ് ചെയ്തോ, അതും ഫുൾ സപ്പോർട്ട്. ഓക്കെ, ഐ ആം വർക്കിംഗ് ആസ് എ ബാക്ക് എഞ്ചിനീയർ അറ്റ് എജുപോർട്ട്. 9 വരെ നമുക്ക് സമയമുള്ളൂ. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഇത് 8:30 തീർന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ഒരാവേശത്തിൽ ഒരു ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പോയതാ. അപ്പൊ ആദ്യം മുതൽ പറയാം. ഓക്കെ, അപ്പൊ അരമണിക്കൂർ നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമ്മളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നമ്മളെ വെബ്സൈറ്റിൽ വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, ഐ ആം വർക്കിംഗ് ആസ് എ ബാക്ക് എൻഡ് എഞ്ചിനീയർ. ഐ ലവ് കോഡിങ്, ടീച്ചിങ്. നിങ്ങൾക്ക് എന്താ? സിംഗിങ്, അല്ലെങ്കിൽ സ്വിമ്മിങ്, ബാറ്റിംഗ്, പ്ലേയിങ്, അല്ലെങ്കിൽ എന്താ ജമ്പിങ്, റണ്ണിങ്. നിങ്ങൾക്ക് എന്തൊക്കെ ഹോബീസ് ആണോ? ഐ ലവ് കോഡിങ്, ടീച്ചിങ്, ടോക്കിംഗ് ടു പീപ്പിൾ, പിന്നെന്താ ബിൽഡിംഗ് പ്രോഡക്ട്സ്, ലേണിംഗ്. കേൾക്കുന്നില്ലേ? എന്ത് പറ്റി? ഏത് ആപ്പിലാണ് ടൈപ്പ് ചെയ്യുന്നത്? claude.new എന്ന് പറഞ്ഞിട്ട്. ഈ ക്ലോഡ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ChatGPT-യിൽ ടൈപ്പ് ചെയ്യാം. ക്ലോഡിൽ ഓൾറെഡി അക്കൗണ്ട് ഉള്ള ആൾക്കാരെ, അല്ലെങ്കിൽ പെട്ടെന്ന് അക്കൗണ്ട് എടുക്കാൻ പറ്റും. ഒരു മൊബൈൽ നമ്പർ OTP അടിക്കേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. എല്ലാവരും പാരലി സെറ്റപ്പ് ചെയ്തുകൊണ്ടിരുന്നോളൂ. അല്ലാത്തവർ ChatGPT എടുക്കുക. ChatGPT-യിൽ നടക്കും, ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി അല്ലെങ്കിൽ ഒരുപാട് ടൂൾസ് ഉണ്ട്. നമുക്ക് ChatGPT-യോ ക്ലോഡോ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ലേണിംഗ് ന്യൂ തിങ്സ് എവരി ഡേ. പിന്നെ ഐ ഹാവ് ബീൻ വർക്കിംഗ് വിത്ത് Django and Python for 4 years. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം ഇല്ലെങ്കിൽ ഐ ആം ലേണിംഗ് HTML CSS, അല്ലെങ്കിൽ ഐ ആം ലേണിംഗ് വെബ് ഡെവലപ്മെന്റ് കറന്റ്ലി. അങ്ങനെ തന്നെ കൊടുക്കാം. ജസ്റ്റ് നിങ്ങളെ പോലെ തന്നെ ഞാനും ഐ ആം ലേണിംഗ് വെബ് ഡെവലപ്മെന്റ് കറന്റ്ലി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വെബ് ഡെവലപ്മെന്റ് കറന്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെന്താ? നമ്മൾക്ക് കുറച്ച് സ്കിൽസ് വേണേ നമുക്ക് പറയാം. മൈ സ്കിൽസ് ആർ ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. പിന്നെന്താ? എന്തൊക്കെ നമ്മളെ സ്കില്ലുള്ളത്? ടൈപ്പിംഗ്. നിങ്ങൾക്ക് എന്ത് സ്കില്ലാണോ വെച്ചോ. സിംഗിങ്, അല്ലെങ്കിൽ എന്താ പറയാ കോഡിങ്, സ്വിമ്മിങ്. ഓക്കെ, അങ്ങനെ കുറച്ച് എക്സെട്ര. പിന്നെന്താ? മൈ കോണ്ടാക്ട് ഡീറ്റെയിൽസ്. വേണേ നിങ്ങൾ ചെയ്ത വല്ല പ്രോജക്ട്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ വല്ല അച്ചീവ്മെന്റ്സ്, എന്താ പറയാ, ഇപ്പൊ റീസെന്റ് നിങ്ങൾ വല്ല
ഹാക്കത്തോൺ ഒറ്റ. അപ്പൊ ഓക്കെ, ഐ ആം അറ്റൻഡിങ് ടിങ് ഹർ ഹാക്ക് എന്നുള്ളത് കൊടുക്കാം. വിച്ച് ഈസ് എ ഹാക്കത്തോൺ ഓർഗനൈസ്ഡ് ബൈ ടിങ്കർ ഹബ്. ഓക്കെ, നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് ഇങ്ങനത്തെ ഇങ്ങനെ നിരത്തി കൊടുക്കുക. ഐ ഹാവ് ബിൽട്ട് എന്താ ഈ ഒരു പ്ലാറ്റ്ഫോം അത് ഞാൻ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ചെയ്ത പ്രൊജക്ട്സ് എന്തെങ്കിലും ഉണ്ടെച്ചാല്, നിങ്ങൾ ചെയ്ത ചിലപ്പോ ഒരു ഹാക്കത്തോണിൽ വിൻ ചെയ്ത പ്രൊജക്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള പ്രൊജക്ട്സ് എന്തെങ്കിലും ഉണ്ട്. ഐ ഹാവ് ബിൽട്ട് Adobe.io എന്താ ഞാൻ പറഞ്ഞുതരാം. ഒരു വിച്ച് ഈസ് മൈ പാഷൻ, മൈ പേഴ്സണൽ പ്രൊജക്ട് ഫോർ ക്രിയേറ്റ്. നിങ്ങൾ ഒപ്പം ടൈപ്പ് ചെയ്ത് പറഞ്ഞിട്ടോ, എന്നാലേ നമുക്ക് അരമണിക്കൂർ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ ക്രിയേറ്റിംഗ് ഡെവലപ്പർ portfolios easily and without any effort. നിങ്ങളെ കുറിച്ച് ആസ് മച്ച് ആസ് ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കുക. ഇനി എന്താ, മൈ കോണ്ടാക്ട് ഇൻഫോർമേഷൻസ് ഈസ്, നിങ്ങളുടെ മെയിലോ gmail.com ബ്ലാ 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 ഒരു നമ്പർ വേണേൽ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളെ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് എന്താ, നിങ്ങളെ ലിങ്ക്ഡിന്റെ പ്രൊഫൈൽ എടുക്കുക. LinkedIn/in/ നിങ്ങളുടെ യൂസർ നെയിം ആയിരിക്കും ഉണ്ടാവുക. ലിങ്ക്ഡിൻ അക്കൗണ്ട് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ? ലിങ്ക്ഡിൻ അക്കൗണ്ട് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക്ഡിൻ അക്കൗണ്ട് എടുക്കണം. ഇന്ന് തന്നെ എടുക്കണം, ഇന്ന് തന്നെ വൈകിക്കരുത്. ഇന്ന് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വെബ് ഡെവലപ്മെന്റ് പഠിച്ചു തുടങ്ങി എന്നുകൊണ്ടൊരു പോസ്റ്റെങ്കിലും നിങ്ങൾക്ക് ഇടാൻ പറ്റുകയാണെന്ന് വെച്ചാൽ അത്രയും അടിപൊളി. ഓക്കെ, ലിങ്ക്ഡിൻ ഭയങ്കര അടിപൊളി സാധനം. അല്ലെങ്കിൽ നമുക്ക് വരാം, ലിങ്ക്ഡിൻ എന്താണ് എന്നുള്ളത് കൊടുത്തു. ഇനി ഗിറ്റബ് അക്കൗണ്ട് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഗിറ്റബ് അക്കൗണ്ട് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഗിറ്റബ് അക്കൗണ്ട് എടുക്കണം. ഗിറ്റബ് ആണ് ഡെവലപ്പേഴ്സിന്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ലെങ്കിലും ഗിറ്റബ് അക്കൗണ്ട് വേണമെന്നാണ് നമ്മൾ പറയാ. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്നും ആവശ്യമില്ല ഡെവലപ്പേഴ്സിന്. എന്താണ്, ഗിറ്റബ് അക്കൗണ്ട് വേണം. അപ്പൊ ഇന്ന് തന്നെ എന്ത് ചെയ്യണം, ലിങ്ക്ഡിൻ ഇല്ലാത്തവർ ലിങ്ക്ഡിൻ അക്കൗണ്ട് എടുക്കണം, ഗിറ്റബ് ഇല്ലാത്തവർ ഗിറ്റബ് അക്കൗണ്ട് എടുക്കണം. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഓക്കെ, എന്റെ ഗിറ്റബ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി നമുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൊടുക്കണം വെച്ചാൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൊടുക്കാം. അപ്പൊ എനിക്ക് ഇനി വേണം എന്റെ Adobe പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, Adobe/Sunith എന്ന് കൊടുത്തു. ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തു. ഇനി നമുക്ക് എന്താ നമ്മൾ അതിൽ കൊടുക്കുക, ഐ ലവ് റൈറ്റിംഗ് ബ്ലോഗ്സ് ഇറ്റ്സ് ക്യാൻ ബി ഫൗണ്ട്. എനിക്ക് ഓൾറെഡി ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ എന്റെ ബ്ലോഗ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് വേണേ ഞാൻ എന്ത് ചെയ്യാം, അത് കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങൾ ബ്ലോഗ് എഴുതുന്നുണ്ടെങ്കിൽ അതിന്റെ വല്ല ലിങ്ക് കൊണ്ടുവച്ചാൽ അവിടെ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. വിച്ച് ക്യാൻ ബി ഫൗണ്ട് ഹിയർ. ഇനി ഓക്കെ, നിങ്ങളെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽസ് എത്ര പേര് അടിച്ച് ടൈപ്പ് ചെയ്തുണ്ടാക്കി? നിങ്ങളെ കുറിച്ച് ആസ് മച്ച് ആസ് ഡീറ്റെയിൽസ് ChatGPT-നോടോ ക്ലോഡിനോടോ എത്ര പേര് ടൈപ്പ് ചെയ്തുണ്ടാക്കി? എൻ്റർ അടിക്കണ്ട, എൻ്റർ അടിക്കാൻ ഞാൻ പറഞ്ഞിട്ട് എൻ്റർ അടിച്ചാൽ മതി. ഒരു 50% ആൾക്കാരെങ്കിലും ടൈപ്പ് ചെയ്തുണ്ടാക്കണം, എന്നാലേ നമ്മൾ അടുത്ത ഇതിലേക്ക് പോകുള്ളൂ. 10 ആയിട്ടേ ഉള്ളൂ. 12, 13, 14, 15 എത്തണം, എല്ലാരും എത്തണം. 50 പേരിന് മേലെങ്കിലും എത്തണം. 100 ആക്ച്വലി. ഡീറ്റെയിൽസ് ഒന്നുകൂടി കാണിക്കോ? ഡീറ്റെയിൽസ്, നിങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, നിങ്ങൾ എന്തിലാണ് അടിപൊളി, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ കൊടുക്കേണ്ടത്. കൊടുത്തോ, എല്ലാരും കൊടുത്തോ. നിങ്ങൾ നിങ്ങളെ കുറിച്ചാണ് ടൈപ്പ് ചെയ്യേണ്ടത്, എന്നെ കുറിച്ചല്ല. ഓക്കെ, നിങ്ങളെ കുറിച്ച് ടൈപ്പ് ചെയ്തുണ്ടാക്കണം. 20 ആയിട്ടേ ഉള്ളൂ. പോരാ 100 എത്തണം. പെട്ടെന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടാക്കൂ. 23. ഫാസ്റ്റ് ആയിട്ടില്ലല്ലോ. ഒരു ഉഷാറില്ലാത്ത എല്ലാവർക്കും. ഫുഡൊക്കെ കഴിച്ചില്ലേ? ടൈപ്പ് ചെയ്യൂ. 27 പോരാ. ജസ്റ്റ് GPT അടുത്ത് എനിക്ക് ഒരു വെബ്സൈറ്റ് വേണം,
എന്റെ ഡീറ്റെയിൽസ് ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തുണ്ടാക്കാണ് വേണ്ടത്. ഇതൊന്ന് കോപ്പി ചെയ്ത് വെച്ചോ, അല്ലെങ്കിൽ പോവും. 33, 34 പോട്ടെ. ബാക്കിയുള്ളവർ എന്താ ചെയ്യാത്തത്? ഡീറ്റെയിൽസ് ഒന്നുകൂടി എന്റെ ഡീറ്റെയിൽസ് ഞാൻ ചാറ്റിലിടാം, പക്ഷെ ഫുള്ള് കൊള്ളില്ല. എന്റെ ഡീറ്റെയിൽസ് കോപ്പി പേസ്റ്റ് ചെയ്യല്ല ചെയ്യരുത്. അപ്പൊ പിന്നെ നിങ്ങളുടെ വെബ്സൈറ്റിൽ എന്റെ ഡീറ്റെയിൽസാ വരിക. അത് ചെയ്യരുത്. ഒരു ഡെമോ എങ്ങനെ വേണം എന്നുള്ളത് പറഞ്ഞുതരാണ്. 40 പോട്ടെ, 39, 41, 100 എത്തുവോ? 100 എത്തിക്കാൻ പറ്റുമോ നമുക്ക്? 100 എത്തിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം. 43 എത്തിയിട്ടേ ഉള്ളൂ, പോരാ, മോശം. 43 പോരാ. 100 പേര് വെബ്സൈറ്റ് ഉണ്ടാക്കണം എന്നാണ് നമ്മുടെ ലക്ഷ്യം. 49, 50 എത്തി. 51, 100 എത്തുവോ? 100 പേര് വെയിറ്റ് ചെയ്യണോ അതോ നമുക്ക് തുടങ്ങണോ? ചാറ്റിലിടൂ. 100 പേരെ വെയിറ്റ് ചെയ്യണോ അതോ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യണോ? കണ്ടിന്യൂ. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? സമയം കളയണ്ട, നമുക്ക് നമ്മളെ വെബ്സൈറ്റ് ഉണ്ടാക്കാം. ബാക്കി 50 പേരും തിരിച്ചു വരുമ്പോഴേക്കും ആരും ഹാൻഡ് ഡൗൺ ചെയ്യണ്ട. നമുക്കത് 100 എത്തിക്കണം. അപ്പൊ ഇത് കംപ്ലീറ്റ് ആയ ആൾക്കാർ എന്ത് ചെയ്യുക? ഹാൻഡ് റൈസ് ചെയ്തോണ്ടേ ഇരിക്കാം. ഓക്കെ. ഇനി ഇത് എന്ത് ചെയ്യുക വെച്ചാല് ക്രിയേറ്റ്, ഞാൻ പറയുന്നത് അതുപോലെ ടൈപ്പ് ചെയ്യുക. ക്രിയേറ്റ് എ വെബ്സൈറ്റ് യൂസിങ് HTML. HTML എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഈ വെബ്സൈറ്റിൽ കാണുന്ന ഒരു UI ഉണ്ടാവല്ലോ. അപ്പൊ നമ്മൾ എന്ത് കണ്ടാലും അതിന് വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനൊരു സ്ട്രക്ചർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാല് എന്താണ്? HTML ആണ്. ഇതിന് കളറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് പറഞ്ഞാൽ CSS ആണ്. ഇതിനൊരു ഫങ്ഷനാലിറ്റി, ഇപ്പൊ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സാധനം പൊന്തി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആക്ഷൻസ് കൊടുക്കുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ്. അപ്പൊ HTML CSS JS കമ്പാരിസൺ, സ്ഥിരം കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടോ, ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവാം. അതായത് HTML എന്ന് പറഞ്ഞ സ്കെൽട്ടൺ ആണ്. അതിനെന്തുണ്ടാവില്ല? കാണാനൊരു ഭംഗിയൊന്നും ഉണ്ടാവില്ല. ഇനി CSS എന്ന് പറഞ്ഞ സ്കിന്നാണ്. അപ്പൊ അതിന് കാണാൻ ഭംഗിയൊക്കെ ഉണ്ടാവും, പക്ഷെ എന്തില്ല, അനങ്ങാനൊന്നും പറ്റില്ല. കാണാൻ ഭംഗി ഉണ്ടായിട്ട്, അല്ലെങ്കിൽ ഈ സ്ട്രക്ചർ മാത്രം ഉണ്ടായാൽ മതിയോ? ഇല്ല, അതിനെ കാണാൻ ഭംഗിയാക്കണം. കാണാൻ ഭംഗി മാത്രം മതിയോ? അല്ല, അതിനൊരു സ്കെൽട്ടൺ വേണം. എന്നാലേ അത് എന്ത് ചെയ്യുള്ളൂ, നമ്മൾ വിചാരിച്ച സ്ഥലത്തൊക്കെ നിൽക്കുള്ളൂ. CSS എന്ന് പറയുന്നത് അതിന്റെ ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ട്. ജാവാസ്ക്രിപ്റ്റ് ആണ് ബ്രെയിൻ. നമുക്ക് കാണാൻ ഭംഗിയുണ്ട്, സ്ട്രക്ചർ ഉണ്ട്, തലച്ചോറെല്ലാം കണ്ടില്ല, സാധനം വർക്ക് ചെയ്യില്ല. അപ്പൊ എന്തെങ്കിലും ബട്ടണോ ആക്ഷനോ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യണം വെച്ചാല്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാൽക്കുലേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ആര് വേണം? ജാവാസ്ക്രിപ്റ്റ് വേണം. അപ്പൊ ജാവാസ്ക്രിപ്റ്റ്, അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്. CSS ആൻഡ് JS ഇവിടെ വേണ്ടി വരില്ല, കാരണം നമ്മളൊരു പേഴ്സണൽ വെബ്സൈറ്റ് അല്ലേ. അതുകൊണ്ട് പ്രത്യേകിച്ച് ജാവാസ്ക്രിപ്റ്റ് ഒന്നും ഇവിടെ ആവശ്യം ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് പറയാം ക്രിയേറ്റ് മോഡേൺ ഡിസൈൻ അപ്രോച്ച്, അതായത് മോഡേൺ ആയിട്ടുള്ള ഒരു ഡിസൈൻ, സ്റ്റാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച്, പണ്ടത്തെ അപ്രോച്ച് വേണ്ട, കുറച്ച് മോഡേൺ വിത്ത് മിനിമലിസ്റ്റിക് യൂസർ ഇന്റർഫേസ്. UI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഈ ഒരു ഇതിനെയാണ് യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. പലതരത്തിലൊരു വെബ്സൈറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ മിനിമം ആയിട്ടുള്ള ഒരു യൂസർ ഇന്റർഫേസ് വേണം. ആൻഡ് all code must be present in one HTML file. So ഇത്രയും കാര്യങ്ങൾ കൊടുക്കാം, കുറച്ചുകൂടി കൊടുക്കാം. ഈച്ച് നമുക്ക് ഇതിൽ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. ഇപ്പോ എന്റെ സ്കിൽസ് ഉണ്ട്, എന്റെ കോണ്ടാക്ട് ഉണ്ട്, എന്റെ ഹോബീസ് ഉണ്ട്, അങ്ങനെ ഒരുപാട്. ഈച്ച് സെക്ഷൻ സെപ്പറേറ്റഡ് ബൈ സെക്ഷൻസ്, അല്ലെങ്കിൽ ഈച്ച് പാർട്സ് സെപ്പറേറ്റഡ് ബൈ ഈച്ച് സെക്ഷൻ. അപ്പൊ ഓരോ സെക്ഷൻ ആയിട്ട് ഉണ്ടാവും. പിന്നെ മേക്ക് ദി വെബ്സൈറ്റ് മൊബൈൽ റെസ്പോൺസീവ്. ഇപ്പൊ ഒരു വെബ്സൈറ്റ് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഇൻസ്പെക്ട് എന്നൊരു ബട്ടൺ ഉണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് എന്നുള്ള ബട്ടൺ അടിച്ചു കഴിഞ്ഞാല് ഇതെങ്ങനെ മൊബൈലിൽ കാണാന്ന് കാണും. ഇവിടെ ഒരു മൊബൈലിന്റെ ചിഹ്നം കണ്ടോ? നമുക്ക് ഇഷ്ടമുള്ള മൊബൈൽ സെലക്ട് ചെയ്യാം. ഐഫോണില്
നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഐഫോണിൽ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടി ഐഫോൺ നിങ്ങളെ കയ്യിൽ വേണമെന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് അടിച്ച് ഇൻസ്പെക്ട് അടിച്ചിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഡയമെൻഷൻ സെലക്ട് ചെയ്തിട്ട് ഐഫോൺ 12 പ്രോയിൽ ഇങ്ങനെ ഉണ്ടാവും, സാംസങ് ഗാലക്സി S20 അൾട്രയിൽ ഇങ്ങനെ ഉണ്ടാവും, ഐപാഡ് പ്രോയിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ വെബ്സൈറ്റ് ഏത് ഡിവൈസിലും എങ്ങനെ ഉണ്ടാവും കാണാൻ എന്നൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെ ഇൻസ്പെക്ട് അടിക്കുക. അപ്പൊ അതിന്റെ പ്രോസസ് ഒന്നും പറയാം, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, അവിടെ ഒരു മൊബൈലിന്റെ ഒരു ചിഹ്നം കാണാം. മൊബൈലിന്റെ ചിഹ്നം കണ്ടിട്ട് എന്ത് ചെയ്യാം, ഡയമെൻഷൻസ് ക്രോമിൽ അതൊക്കെ നടക്കുക, സഫാരിയോ വേറെ ബ്രൗസർ ഒക്കെ ആണെന്ന് എന്താണ് നടക്കുക എന്നറിയില്ല. എല്ലാരും ഇവിടെ അല്ലേ? 59 ആയിട്ടേ ഉള്ളൂ കേട്ടോ, പോരാ, 100 എത്തണം. ഓക്കെ, റെസ്പോൺസീവ്. അപ്പൊ മൊബൈൽ റെസ്പോൺസീവ് പറഞ്ഞാൽ അതാണ്, നമ്മളുടെ വെബ്സൈറ്റ് മൊബൈലിൽ കാണാൻ എന്താവണം, ഭംഗി ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മളെല്ലാരും നമ്മളെ മൊബൈലിലാണ്, കമ്പ്യൂട്ടറിൽ വെബ്സൈറ്റ് കാണുന്നവർ ചിലപ്പോൾ നമ്മളെപ്പോലെ ഡെവലപ്പേഴ്സ് അങ്ങനെ പ്രൊഫഷണൽ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കി 90% ആൾക്കാർ എന്തിനാണ്, മൊബൈലിലായിരിക്കും ഓരോരോ കാര്യങ്ങൾ ആക്സസ് ചെയ്യുന്നത്. അപ്പോ മൊബൈലിൽ എങ്ങനെ ഉണ്ടാവണം, റെസ്പോൺസീവ് ആയിട്ട് മൊബൈലിൽ അടിപൊളിയായിട്ടുള്ള UI എന്ത് ചെയ്യണം, എത്തണം. 61 100 അപ്പൊ മേക്ക് ദ വെബ്സൈറ്റ് മൊബൈൽ റെസ്പോൺസീവ്. ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ പ്രോംപ്റ്റിന്റെ എക്സ്ട്രാ ആയിട്ട് എന്ത് ചെയ്യുക. HTML JavaScript CSS ഒന്നും കൂടിയും പറയാവുന്നോ? ഷുവർ പറയാം. അപ്പൊ നമ്മൾ ഈ കാണുന്ന സ്ട്രക്ചർ ഉണ്ട്, ഇപ്പോ എങ്ങനെ ഇത് പറയാം, അടിച്ച് ഓക്കെ, ഈ ഒരു വെബ്സൈറ്റിന് കണ്ടോ കുറെ കോഡ് ഉണ്ട്. അതായത് ഈ വെബ്സൈറ്റിൽ ഓരോ പാർട്ടും എഴുതിയിട്ടുള്ളത് ഇങ്ങനെ ഒരു HTML ഹെഡ്, ബോഡി, മെയിൻ, സെക്ഷൻ, ഇതിനെ ഓരോ ടാഗ് എന്നാ പറയാം. പിന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വാട്ട് ആർ HTML ടാഗ്സ്, ബേസിക് HTML ടാഗ്സ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എന്തും സെർച്ച് ചെയ്യാം. വാട്ട് ആർ HTML ടാഗ്സ് ഉണ്ടോ? HTML ടാഗ്സ് ഉണ്ട്, ഗീക്ക് ഫോർ ഗീക്സിന്റെ എന്തുണ്ട്, HTML ടാഗ് ഉണ്ട്, ഹെഡ് ടാഗ് ഉണ്ട്, ബോഡി ടാഗ് ഉണ്ട്. ഓരോന്നും എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിന്റെ ഫുൾ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമുക്കിപ്പോ അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയണം. നിങ്ങൾ കൂടുതലായിട്ട് പഠിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഇതൊക്കെ അറിയണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു വലിയ പ്രൊജക്ട് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഇപ്പൊ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി നമ്മളെ സമയം തരുന്ന പോകണം. 8:19 അപ്പൊ 8:30 നമ്മൾ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടില്ല, നമുക്ക് ഹോസ്റ്റ് ചെയ്യണം. അപ്പോഴേക്ക് 100 എത്തുമോ? എത്രയാ ഇപ്പോ? 66. മോശമാണ്, നോക്കാം. അപ്പൊ HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന കോഡ് ഉണ്ടോ, സെക്ഷൻ, ഡിവ്, ഫൂട്ടർ, ഡിവിന്റെ ഉള്ളിൽ തന്നെ എന്തൊക്കെ ഉണ്ടാവും, A ടാഗ്, അങ്ങനെ ഒരുപാട് P ടാഗ്, നമ്മൾ കാണുന്ന ടെക്സ്റ്റ്. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ HTML ഫയൽ ഉണ്ടാവുക, മനസ്സിലായോ? ഇനി ഇതിന്റെ അപ്പുറത്ത് കാണുന്ന ഇതാണ് CSS എന്ന് പറയുന്നത്, സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇപ്പൊ കണ്ടോ, കളറ്, അതിന്റെ ബ്ലൂ കളർ വേണം, അല്ലെങ്കിൽ ടെക്സ്റ്റ് അലൈൻ ജസ്റ്റിഫൈ ആവണം, അല്ലെങ്കിൽ അതിന്റെ ഫോണ്ടിൻ്റെതാവണം. അപ്പൊ അതിനെങ്ങനെ ഉണ്ടാവണം കാണാൻ, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഇതിന്റെ കളർ മഞ്ഞ ഇവിടെ ഉണ്ടാവും, കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് കളർ മഞ്ഞ. നമ്മളെടുത്ത് നമുക്ക് ഓരോന്ന് അണ്ടിക്ക് ഇത് ഇവിടെ കളയാൻ പറ്റും. ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് വരാം. കണ്ടോ, ഈ കളർ ഇവിടെ കൊടുക്കാൻ കാരണം നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അതെടുത്തിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ യെല്ലോ കളറിന് പോയി വൈറ്റ് ആയി. അപ്പൊ ഇങ്ങനെയാണ് എന്ത് നടക്കുന്നത്, ഇതിന് കളറും സ്റ്റൈലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അതാണ് എന്ത് CSS എന്ന് പറയുന്നത്. അതായത് ഈ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് HTML, അതിന് കളറും അങ്ങനെയുള്ള സ്റ്റൈൽ ഭംഗിയാക്കുന്നത് CSS. ഇനി ഇവിടെ തന്നെ ജാവാസ്ക്രിപ്റ്റ് ഉണ്ടാവും. ഇപ്പോ സോഴ്സസിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഉണ്ടാവും കുറെ ഇമേജസ് ഉണ്ട്, CSS ഉണ്ട്, ചങ്ക്സ് ഉണ്ട്, കുറെ ജാവാസ്ക്രിപ്റ്റ് ഫയൽസ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ഭയങ്കര കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ജാവാസ്ക്രിപ്റ്റ് ആണ്, നമ്മൾ എഴുതുമ്പോൾ കുറച്ചുകൂടി സിമ്പിൾ ആക്കി നമുക്ക് എഴുതാം. അപ്പൊ ഇങ്ങനെ കുറെ എന്തുണ്ടാവും, ഫങ്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഓരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ വർക്ക് ചെയ്യണം. അപ്പൊ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കോൺടാക്ട് അസിന്റെ ഒരു പേജിലേക്ക് പോകണം എന്നോ, അല്ലെങ്കിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിങ്ങനെ താഴോട്ട് വരണം എന്നോ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സൈനിങ് അല്ലെങ്കിൽ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ കൊടുത്തപ്പോ അത് ബാക്ക് എൻഡിൽ പോയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു സംഭവം നടക്കണമെങ്കിൽ, എന്തെങ്കിലും ഒരു പരിപാടി നടക്കണമെങ്കിൽ അതിന് ജാവാസ്ക്രിപ്റ്റ് വേണം. അതിന് CSS HTML വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ലിമിറ്റേഷൻ ഉണ്ട്, ചെയ്യാൻ പറ്റും. അപ്പൊ ക്ലിയർ അല്ലേ എന്താണ് HTML CSS JavaScript എന്നുള്ളത്? ഓക്കെ അല്ലേ?
ഷിയാസ് ഷിഹാബ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ സമയം പോണു നൂറാവോ? പ്രോംപ്റ്റ് ഒന്നുകൂടി കാണിക്കുവോ? ഓക്കെ, പ്രോംപ്റ്റ് ഒന്നുകൂടി കാണിക്കാലോ. പ്രോംപ്റ്റ് വേണേ ഞാൻ എന്ത് ചെയ്യാം, മൊത്തത്തിലെടുത്ത് ഫിഗ്മയിൽ ഇടാം. ഇവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഫിഗ്മ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ പ്രോംപ്റ്റ് കാണാം. അതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഈ ഫൈനൽ സാധനം ഇതുപോലെ തന്നെ വെച്ചോ. അങ്ങനെയാണ് വെച്ചാൽ അത് ഞാൻ ചാറ്റിൽ ഒന്നും കൂടി ഇടാം. അങ്ങനെയാണ് വെച്ചാൽ എല്ലാവരുടെയും ഏകദേശം മൊബൈൽ റെസ്പോൺസീവ് ആയിട്ട് നല്ലൊരു ഇതുണ്ടാവും. നിങ്ങൾക്ക് ട്യൂക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളുടെ മാജിക് തുടങ്ങുകയാണ്. നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് ക്ലോഡിന്റെ അടുത്ത് കൊടുത്തു. ക്ലോഡിനോട് എന്ത് ചെയ്യാൻ പറഞ്ഞു, ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എല്ലാരും ക്ലോഡിനോട് 100 എത്തണം കേട്ടോ, 71ആയി, 100 എത്തണം, 100 എത്തണം. ക്ലോഡ് എന്ത് ചെയ്തു, നമ്മളോട് ക്ലോഡ് പണിയെടുക്കാൻ തുടങ്ങി. നമുക്കൊന്നും അറിയണ്ട. എന്താണ് HTML എന്താണെന്ന് അറിയാത്തവർക്കും, ജാവാസ്ക്രിപ്റ്റ് എന്താണെന്ന് അറിയാത്തവർക്കും, CSS എന്താണെന്ന് അറിയാത്തവർക്കും എന്തുണ്ടാക്കാൻ പറ്റും, വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളൊന്നും അറിയണ്ട, നമ്മൾ എന്ത് ചെയ്താൽ മതി, നോക്കി ഇരുന്നാൽ മതി. അതാ വന്നുട്ടോ. വന്നു. ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആയതുകൊണ്ടായിരിക്കും കളർ ഒന്നും കൊടുക്കാത്തത്. നമുക്ക് വേണം എന്ത് ചെയ്യാം, കളറൊക്കെ കൊടുക്കാൻ പറയാം. അപ്പൊ എന്ത് വന്നു, സുനിത് എസ് വന്നു, അബൌട്ട് മീ എന്നുള്ളൊരു സെഷൻ വന്നു, സ്കിൽസ് എന്നുള്ളൊരു സെഷൻ വന്നു, പ്രോജക്ട്സ് എന്നുള്ളൊരു സെഷൻ വന്നു, ടെക്സ്റ്റ് കണക്ട് എന്ന് പറഞ്ഞിട്ട് ഇമെയിൽ, ലിങ്ക്ഡിൻ, ബ്ലോഗ് എന്നുള്ള സെഷൻ വന്നു. ഇനി വേണേ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എല്ലാവർക്കും വന്നോ, ജസ്റ്റ് വന്നവരൊക്കെ ഒന്ന് തംസ് അപ്പ് ചെയ്യാം. മീൻസ് ഹാൻഡ് റൈസ് അവിടെ തന്നെ കിടക്കട്ടെ, ഇങ്ങനെ റിയാക്ട് ചെയ്താൽ മതി. ഇങ്ങനെ ഒരു റെസ്പോൺസിൽ ഒരു വെബ്സൈറ്റ് വന്ന ആൾക്കാരൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, തംസ് അപ്പ് ചെയ്യാം. ബാക്കി പ്രോംപ്റ്റ് അടിക്കുന്ന കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ ഹാൻഡ് റൈസ് ചെയ്യാൻ മറക്കരുത്. ഹാൻഡ് റൈസ് 100 എത്തണം. നമ്മളെ പരിപാടിയുടെ വിജയം എന്ന് പറഞ്ഞാൽ 100 പേര് എത്തുക എന്നുള്ളതാണ്. എന്റർ ഞെക്കട്ടെ. ഞെക്കി നമ്മളൊക്കെ ഞെക്കിയ ആൾക്കാരാണ് ഈ കൈ എങ്ങനെ നോക്കുന്നത്. നമ്മളൊക്കെ ഞെക്കി. എന്റർ അടിച്ചോ. എത്തിയോ? ഹലോ. ഓക്കെ, ഇനി എല്ലാവർക്കും എന്തായി, എൻട്രി ഞെക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഏതെന്ത് വെബ്സൈറ്റ്, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോംപ്റ്റും കൂടി അറിയാം. ആഡ് മോർ കളേഴ്സ് ടു മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചേഞ്ച് ആണോ അതിൽ വേണ്ടത് അത് ചെയ്യാം. അപ്പൊ ഇത് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഫോളോ ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്തത്, ജസ്റ്റ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഇട്ടത്. നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് കളേഴ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം ആ ഒരു ചേഞ്ച് എങ്ങനെ വരും എന്നുള്ളത്. 78 പോരാ, 100 എത്തണം. 25ആയി. നമുക്ക് 10 മിനിറ്റേ ബാക്കിയുള്ളൂ. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ചാറ്റ് GPT കളർ ഉണ്ട്. ഓക്കെ. ചാറ്റ് GPT യൂസ് ചെയ്യുന്നവർക്ക് കളർ ഉണ്ടാവും. അനുപ്രിയ എന്റർ ഞെക്കിയില്ലേ, കിട്ടിയില്ലേ? കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്താണ് ചാറ്റ് വന്നത്? ഡിസൈൻ കാണുന്നില്ല, സ്ക്രിപ്റ്റ് ആണോ വരുന്നേ? മനസ്സിലായില്ല. എന്താണ് ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ, എന്താ ഇഷ്യൂ എന്നുള്ളത്? ഹാൻഡ് റൈസിങ് വിടരുത് കേട്ടോ. 76 എത്തിയിട്ടുള്ളൂ, 100 എത്തിക്കണം നമുക്ക്. ഡിസൈൻ കാണുന്നില്ല, സ്ക്രിപ്റ്റ് ആണോ വരുന്നേ? ഓക്കെ, ഒരു സ്ക്രിപ്റ്റ് വന്നു കഴിഞ്ഞാല് അത് വെച്ചാലും മതി, കുഴപ്പമില്ല. ചിലപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണുന്നുണ്ടാവും. അപ്പൊ ഇപ്പൊ കുറച്ച് കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, രസം വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വരാം. അപ്പൊ ഇതേ പ്രോംപ്റ്റ് ഞാൻ GPT അടുത്തും പറഞ്ഞു. ഇനിയിപ്പോ GPT യൂസ് ചെയ്യുന്നവർക്ക് കൺഫ്യൂഷൻ വേണ്ട. ഇതേ പ്രോംപ്റ്റ് ഞാൻ GPT അടുത്ത് പറഞ്ഞിട്ടുണ്ട്. GPT ചിലപ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും തരാം. അതിന്റെ പ്രിവ്യൂ കാണും, ഡിസൈൻ ചിലപ്പോ കാണുന്നുണ്ടാവില്ല. അതെങ്ങനെ കാണുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോ പ്രിവ്യൂ കാണിച്ചു തരും. ഓക്കെയോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് കളറൊക്കെ ആഡ് ചെയ്യാൻ പറഞ്ഞപ്പോ എന്ത് ചെയ്തു, കുറച്ച് കളറൊക്കെ ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. കൊള്ളാം, രസമുണ്ട് കാണാൻ അല്ലെ? കുറച്ച് അടിപൊളി കളറൊക്കെ ആഡ് ചെയ്തിട്ട് സാധനം വന്നിട്ടുണ്ട്. ഇവിടെ GPT എടുത്ത് യൂസ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോ എന്താ കിട്ടിയിട്ടുണ്ടാവുള്ളൂ, ഇങ്ങനെ ഒരു കോഡ് മാത്രമേ കിട്ടിയുള്ളൂ, സ്ക്രിപ്റ്റ് മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ, അവരിത് കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമുക്കിനി 10 മിനിറ്റേ ഉള്ളൂ. 10 മിനിറ്റ് മുന്നേ നമുക്ക് ഇതിനെ ഹോസ്റ്റ് ചെയ്യണം. കോപ്പി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എല്ലാവരും ക്ലിക്ക് ചെയ്തോ. ഹാൻഡ് റൈസിങ് വിടണ്ട. കോപ്പി ചെയ്ത ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാല് കോഡിൽ പോയിട്ട് കോപ്പി ചെയ്യണം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാല് ഇവിടെ സോറി 74 ആയിട്ടേ ഉള്ളൂ, 100 എത്തിക്കണം നമുക്ക്.
ക്ലോഡ് ഒന്നും കൂടി എടുക്കട്ടെ. എന്തുപറ്റി? ചോദിക്കാൻ പറയൂ. ഹലോ ഹലോ ഓക്കെ, കേൾക്കുന്നില്ലേ? സെയിം ഇഷ്യൂ സാർ, മെനി ആർ ഫേസിങ്. എന്താണ് ഇഷ്യൂ? സ്ക്രീൻ ഒന്നും കാണുന്നില്ല. ഓക്കെ, സ്റ്റോപ്പ് പ്രസന്റ് ചെയ്തിട്ട് ഒന്നും കൂടി സ്ക്രീൻ ഷെയർ ചെയ്യാം. നെറ്റ് എന്തോ ഇഷ്യൂ ആയതാണ് തോന്നുന്നു ഇവിടെ. ഇപ്പൊ കാണാവോ? കാണാവോ എല്ലാവർക്കും? ഓക്കെ 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 ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ കോഡിൽ പോയി ഈ കോഡ് കോപ്പി ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ ഉണ്ട്. കോപ്പി കണ്ടൻസ്, ഓക്കെ ഓക്കെ. ഹാൻഡ് റൈസിങ് 100 എത്തണം. 76 എത്തിയിട്ടുള്ളൂ, മോശമാണ്. 5 മിനിറ്റ് കൂടെ ഉള്ളൂ. വേഗം 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 എല്ലാവരും കോപ്പി കണ്ടന്റ് കൊടുത്ത്. കോപ്പി കണ്ടന്റ് കൊടുക്കൂ. കോപ്പി കണ്ടന്റ് കൊടുത്തവരൊക്കെ ഹാൻഡ് റൈസ് ചെയ്യൂ. അല്ല, ഹാൻഡ് റൈസ് അവിടെ തന്നെ കേട്ടെ, റിയാക്ട് ചെയ്യൂ. എല്ലാരും കോപ്പി കണ്ടന്റ് കൊടുക്കണം. പോട്ടെ. ഓക്കെ, ഇനി നമ്മളുടെ സാധനത്തേക്ക് പോവാണ്. ഗിറ്റബിലേക്ക് പോകണം. ഗിറ്റബിലേക്ക് പോവാം. എല്ലാവരും ഗിറ്റബിലേക്ക് പോവാം. കോപ്പി ചെയ്ത ആൾക്കാർ അല്ലാത്തവര് എന്ത് ചെയ്യാ? ബാക്കി പ്രോംപ്റ്റ് വെച്ച് ഒപ്പം ചെയ്ത് പോവാം. ഇനി കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. 35 മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യണം. ഇവിടെ റെപ്പോസിറ്ററീസിലേക്ക് പോവാം. എന്ത് പോവാ? ഗിറ്റബ് പോവാ. അവിടെ റെപ്പോസിറ്ററീസ് ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. ഒപ്പം ചെയ്ത് പോകണം കേട്ടോ. ഇനിയുള്ള ഓരോ സ്റ്റെപ്പും ഒപ്പം ചെയ്ത് പോകണം. എല്ലാരും ഗിറ്റബിൽ എത്തിയോ? ഗിറ്റബ് ഡൗൺലോഡ് ആക്കിയിട്ടില്ല. ഓക്കെ, ഗിറ്റബ് എന്ത് ചെയ്യാ? ജസ്റ്റ് ഗൂഗിളിൽ എടുത്തിട്ട് സൈൻ അപ്പ് ചെയ്യാം. ഗിറ്റബ് എന്ത് ചെയ്യാ? ഗൂഗിളിൽ പോവാ. ഇപ്പൊ ആദ്യമായിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും വെച്ചിട്ടാ? ഇങ്ങനൊരു പേജ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ സൈൻ അപ്പ് എന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ ഇമെയില്, പാസ്വേഡ്, യൂസർ നെയിം കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇതുവരെ ലോഗിൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് വെച്ചാൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഡൗൺലോഡ് ആക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു പുതിയ ടാബില് ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ മതി. ഇനി ഗിറ്റബ് ഉള്ള ആൾക്കാർ ഒപ്പം ഫോളോ ചെയ്യുക. ഗിറ്റബ് ഇല്ലാത്തവർ എന്ത് ചെയ്യാം? ഒന്ന് നോക്കി വയ്ക്കുക. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പാരലൽ ഗിറ്റബ് അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റുകയാണെന്ന് വെച്ചാൽ ഞാൻ ഒന്നും കൂടി ഒരു ഫ്ലോ മൊത്തം കഴിഞ്ഞിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യുക? ഗിറ്റബ് അക്കൗണ്ട് എടുക്കാം. ഇനി ഗിറ്റബ് അക്കൗണ്ട് ഉള്ളവരൊക്കെ ഒപ്പം പോരുക. ന്യൂ റെപ്പോസിറ്ററി ഉണ്ടാക്കുക. കണ്ടോ? ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ന്യൂ, ഒരു പച്ച ബട്ടൺ, ന്യൂ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ഫോം നിങ്ങൾക്ക് കാണും. അപ്പൊ അതിലിവിടെ റെപ്പോസിറ്ററി നെയിം ഒപ്പം ചെയ്യണം. നിങ്ങൾക്ക് വേണമെച്ചാൽ ഈ ഒരു സ്ക്രീൻ കുറച്ച് റൈറ്റിലേക്ക് വെച്ച് നിങ്ങളുടെ മറ്റേ സ്ക്രീൻ കുറച്ച് ലെഫ്റ്റിലൊക്കെ വെച്ചിട്ടേ ഒപ്പം ചെയ്ത് പോവാം. ന്യൂ റെപ്പോസിറ്ററി ഉണ്ടാക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റെപ്പോസിറ്ററി ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു റെപ്പോസിറ്ററി ഉണ്ടാക്കി. അത് പബ്ലിക് എന്നുള്ള സാധനം ടിക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താം. പബ്ലിക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ടിക്ക് ചെയ്തിട്ടുണ്ട് കൊടുക്കുക. ജസ്റ്റ് നിങ്ങൾ വെബ്സൈറ്റ് എന്ന് മാത്രം അടിച്ചിട്ട് താഴെ ക്രിയേറ്റ് റെപ്പോസിറ്ററി എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. യൂസർ ഇത് തന്നെ. ChatGPT യൂസേഴ്സ് എന്ത് ചെയ്യാ? ഇവിടെ കോപ്പി ചെയ്തിട്ട് ഇതേപോലെ ചെയ്യാം. എല്ലാവരും തന്നെ ചെയ്യേണ്ടത്. ഇവിടുന്ന് കോപ്പി ചെയ്യാം, മറ്റവരാണെന്ന് വെച്ചാൽ ഇവിടുന്ന് കോപ്പി ചെയ്യാം. രണ്ട് ബട്ടൺ ആണെന്നേ ഉള്ളൂ. സെയിം സാധനം തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, ഓക്കെ. 81 നമ്മള് ജയത്തിലേക്ക് പോവാണ്. 31ആയി. ഗിറ്റബ് യൂസേഴ്സ് ഇത് തന്നെ. ഓക്കെ, എല്ലാവരും വെബ്സൈറ്റ് ഉണ്ടാക്കിയോ? ഈ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് റെപ്പ് ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ എന്ത് ചെയ്യാ? ഒന്ന് റിയാക്ട് ചെയ്യാം. ആരുമില്ല? ആർക്കെങ്കിലും എന്തെങ്കിലും? ഉണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. സെറ്റ്. ഓക്കെ, ഇനി ഇവിടെ ഇങ്ങനെ ഒരു പേജ് കാണാം. സ്റ്റാർട്ട് കോഡിംഗ് വിത്ത് കോഡ് സ്പേസ്, ആഡ് കൊളാബറേറ്റേഴ്സ്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഇവിടെ ഒരു സാധനം കാണാം, ക്രിയേറ്റ് ന്യൂ ഫയൽ എന്ന് കാണാം. എല്ലാരും കണ്ടോ? ഇവിടെ ഒരു ക്രിയേറ്റ് ന്യൂ ഫയൽ എന്നൊരു ബട്ടൺ കണ്ടോ? അതിൽ ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് ന്യൂ ഫയൽ എന്നുള്ള ബട്ടണിൽ എല്ലാവരും ക്ലിക്ക് ചെയ്യാം. ChatGPT യൂസേഴ്സും ക്ലോഡ് യൂസേഴ്സും എല്ലാവരും തന്നെ ചെയ്യേണ്ടത്.
എന്നിട്ട് നിങ്ങളുടെ കണ്ടന്റ് ഇവിടെ പേസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ കണ്ടന്റ്, ഇപ്പൊ എന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഞാൻ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഒന്നും ചെയ്യരുത്, പേസ്റ്റ് ചെയ്യാൻ മാത്രം ചെയ്താൽ മതി. പേസ്റ്റ് ചെയ്യാൻ മാത്രം ചെയ്താൽ മതി. ഒന്നുകൂടെ പറയോ? ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു വെച്ചാല് നേരത്തെ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ വെബ്സൈറ്റിനുള്ള റെപ്പോസിറ്ററി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ? ഗിറ്റബ് ഇപ്പൊ സെറ്റ് ആക്കിയിട്ടേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ആദ്യം മുതൽ പറഞ്ഞുതരാം. നമുക്ക് 35 മുന്നേ പോസ്റ്റ് ചെയ്യണം. ഫസ്റ്റ് ആവട്ടെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ന്യൂ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാം. ന്യൂ എന്നുള്ള ബട്ടൺ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുത്തിട്ട് ക്രിയേറ്റ് റെപ്പോസിറ്ററി എന്ന് കൊടുക്കാം. മനസ്സിലായോ? ഇറ്റ് ക്ലോഡ് ഷോയിങ് എറർ. എന്താണ് എറർ എന്നും കൂടി ഒന്ന് പറഞ്ഞു തരുമോ? ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. നെയിം ടു ലോങ്ങോ? അയ്യോ, എന്താ ക്ലോഡ് ആണോ മറ്റേ ഇതാണോ പറയുന്നത്? എന്താ പറയാ, ഗിറ്റബ് ആണോ പറയുന്നത്? ക്ലോഡ് എന്താ പറയുന്നത്? ഏതെങ്കിലും ഒരു വേർഷൻ കോഡ് കിട്ടിയിട്ടുണ്ടോ? കോപ്പി ചെയ്യാൻ പറ്റുന്ന ഒരു വേർഷൻ കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് നേരെ എടുത്ത ChatGPT-നോട് കൊടുക്കേ. നീ നേരത്തെ കൊടുത്ത പ്രോംപ്റ്റ് ഇങ്ങനെ കോപ്പി ചെയ്യുക, ChatGPT-നോട് കൊടുക്കുക, എൻ്റർ അടിക്കുക. അപ്പൊ ChatGPT ഒരു പുതിയ കോഡ് ഉണ്ടാക്കി തരും. ഓക്കെ, പുതിയ കോഡ് ഉണ്ടാക്കി തരുന്നുണ്ട്. അത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ക്ലോഡ് യൂസ് പ്രശ്നമുള്ള ആൾക്കാര് ChatGPT-നോട് എന്ത് പറയാ, 33 2 മിനിറ്റിനുള്ളിൽ നമ്മൾ പോസ്റ്റ് ചെയ്യണം. ഓക്കെ, ഹറിബറിയൊന്നും വേണ്ട, മെല്ലെ ചെയ്താൽ മതി. ഇപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ഒരു സ്ക്രീൻ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്ത് ക്യുക്ക് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ്. അതിൽ ക്രിയേറ്റ് ന്യൂ ഫയൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എല്ലാവരും ക്ലിക്ക് ചെയ്ത ആൾക്കാരൊക്കെ ഒന്ന് റിയാക്ട് ചെയ്യാം. ക്രിയേറ്റ് ന്യൂ ഫയൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പൊ ഇവിടെ രണ്ട് സാധനം, എന്റർ ഫയൽ കണ്ടന്റ് എന്നുള്ളടത്ത് നമ്മളുടെ കോഡ്, നമ്മൾ ക്ലോഡെന്നോ GPT-യുടെ അടുത്തുനിന്നോ റൈറ്റ് ചെയ്ത കോഡ് എന്ത് ചെയ്യാം, കോപ്പി പേസ്റ്റ് ചെയ്യാം. വേറൊന്നും ചെയ്യരുത്. ആദ്യം കോപ്പി പേസ്റ്റ് ചെയ്യാം. കോപ്പി പേസ്റ്റ് ചെയ്ത ആൾക്കാർ എങ്ങനെ പൂത്തിരി എത്തിക്കാം ഈ സാധനം? അതെ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇനി തീർന്നില്ല. നെയിം, നമുക്കൊരു ഫയലിന് ഒരു നെയിം കൊടുക്കണം. ഉഷാറിനെയാണ് എല്ലാവരും. ഫയലിനൊരു നെയിം കൊടുക്കണം. index.html. അത് ഇതേപോലെ തന്നെ കൊടുക്കണം. ഇത് മാറിയ കളി മാറും. index.html. ഓക്കെ, index.html. 1 മിനിറ്റ് കൂടെ ഉള്ളൂ. നമ്മൾ തീരാറായി, ഇപ്പൊ തീരും. index.html എന്ന് പറഞ്ഞിട്ടുള്ള പേര് കൊടുക്കുക. ഫയൽ നെയിമിന്റെ അവിടെ, ഫയലിന്റെ കണ്ടന്റിന്റെ അവിടെ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത കണ്ടന്റ് കൊടുക്കുക. ഓക്കെ, ഇത് 81 ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഇത് 100 എത്തണം. 100 എത്തിയില്ലെങ്കിൽ മോശമാണ്. നമ്മൾ ഇത്രയും അടിപൊളിയായിട്ട് ചെയ്തിട്ട് 100 എത്തിയില്ലെങ്കിൽ മോശമല്ലേ? ഇപ്പൊ index.html എന്ന് കൊടുത്തവരൊന്ന് റിയാക്ട് ചെയ്യൂ. ഒരുപാടുണ്ട്. സെറ്റ്. നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു പച്ച ബട്ടൺ കാണാം, കമ്മിറ്റ് ചേഞ്ചസ്. എന്നിട്ട് എന്ത് ചെയ്യാ, ഒരു വട്ടം കൂടി കമ്മിറ്റ് ചേഞ്ചസ് കൊടുക്കാം. ഒരു വട്ടം കമ്മിറ്റ് ചേഞ്ചസ് കൊടുത്ത് ഒരു വട്ടം കൂടി കമ്മിറ്റ് ചേഞ്ചസ് കൊടുക്കാം. കമ്മിറ്റ് ചെയ്തവരൊക്കെ ഒരു പാർട്ടി പേപ്പർ വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, നമുക്കൊരു കോഡ് എന്നുള്ള സ്ഥലത്ത് ഒരു index.html എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രൊജക്ട് കിട്ടി. ഇതെല്ലാവർക്കും ഉണ്ടല്ലോ. 35 ജസ്റ്റ് ലേറ്റ് ആണ് നമ്മള്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. സാർ ഗിറ്റബ് അക്കൗണ്ട് എടുത്തു, സാർ ഒന്നുകൂടെ പറയാവോ index.html? സാർ ഒന്ന് വിളിക്കരുത് പ്ലീസ്. ഓക്കെ, ഇനി ആദ്യം പ്രൊജക്ട് ഉണ്ടാക്കി. ഓക്കെ, ആദ്യം മുതൽ. ഇപ്പൊ ഗിറ്റബ് അക്കൗണ്ട് എടുത്ത ആൾക്കാര് ഇങ്ങനെ ഒരു സാധനം, ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും കാണുന്നുണ്ടാവുക. അതിൽ ന്യൂ ബട്ടൺ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ റെപ്പോസിറ്ററിക്ക് ഒരു പേര് കൊടുക്കാം. വെബോ വെബ്സൈറ്റോ. എന്റെ ഓൾറെഡി ഉണ്ടായിരുന്നു, ഞാൻ കൊടുക്കുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് താഴെ വന്ന് ക്രിയേറ്റ് റെപ്പോസിറ്ററി എന്ന് കൊടുക്കാം. അതായത് ഇവിടെ ഒരു പേര് കൊടുക്കുക, ക്രിയേറ്റ് റെപ്പോസിറ്ററി കൊടുക്കുക. എന്ന ഇങ്ങനെ ഒരു പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ക്രിയേറ്റ് റെപ്പോസിറ്ററി കൊടുത്ത് നമ്മുടെ ഒരു വെബ്സൈറ്റിനോ വെബിനോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു പേര് ഇട്ടിട്ട് എന്ത് ചെയ്യാം, ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു ക്രിയേറ്റ് ന്യൂ ഫയൽ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, ഇതിലിടാം.
ഉണ്ടോ? ക്രിയേറ്റ് ന്യൂ ഫയൽ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഓക്കെ, ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ എന്ത് കിട്ടും? ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്, താഴെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. താഴത്തെ ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ എന്ത് ചെയ്യാ വെച്ചാല് നമ്മളുടെ ChatGPT-യുടെയോ അല്ലെങ്കിൽ നമ്മളെ ക്ലോഡിന്റെയോ കണ്ടന്റ് എന്ത് ചെയ്യാ, കോപ്പി ചെയ്യാ, പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ChatGPT-യുടെ ക്ലോഡിന്റെ കണ്ടന്റ് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഫയലിന്റെ അവിടെ index.html എന്ന് കൊടുക്കുക. ഫയലിന്റെ അവിടെ index.html എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കമ്മിറ്റ് ചേഞ്ചസ് കൊടുക്കുക. ക്ലിയർ ആണോ? സ്റ്റെപ്പ് ഓക്കെ ആണോ? ഗിറ്റബ് എടുത്ത മുതൽ ഒന്നും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണോ ഷിഫ? ഗിറ്റബിൽ പോവാ, ന്യൂ റെപ്പോസിറ്ററി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഗിറ്റബിൽ പോവാ, ന്യൂ റെപ്പോസിറ്ററി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വെബ്സൈറ്റ് നമ്മളുടെ റെപ്പോസിറ്ററിയുടെ പേര് കൊടുക്കുക. പേര് കൊടുത്തിട്ട് ഇതിൽ കൊടുത്ത മാതിരി എന്ത് ചെയ്യുക, ക്രിയേറ്റ് ന്യൂ ഫയൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ എത്തും, ഇവിടെ എത്തും, ഇവിടെ എത്തും. എന്നിട്ട് നമ്മളുടെ കണ്ടന്റ് ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ തന്നെ പ്രിവ്യൂ ഇല്ല, ഇവിടെ തന്നെ കണ്ടന്റ് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഇവിടെ index.html എന്നുള്ള ടൈപ്പ് ചെയ്യാം. ഷിഫയ്ക്ക് മനസ്സിലായോ? ഷിഫ ഒപ്പം എത്തിയോ? ഒന്നുകൂടി പറയണോ? ഇല്ലല്ലേ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ആദ്യം മുതൽ നമ്മൾ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും. ഇപ്പൊ ഷിഫ ഇപ്പൊ നോക്കുമ്പോ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് github.com എന്നുള്ള വെബ്സൈറ്റ് കഴിഞ്ഞാൽ ഷിഫയുടെ പേര് അങ്ങനെയുള്ള ഇത് കാണും. ഇവിടെ ന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തോ? ന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തോ? ഇതുവരെ ഒപ്പം എത്താത്തവരൊക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. ഇതെനിക്ക് 76 ഉള്ളൂ, 80 ഉണ്ടായിരുന്ന കുറഞ്ഞു വരുന്നുണ്ട്. അത് 100 ആക്കണം. 100 ആക്കിയില്ലെങ്കിൽ നമ്മള് മോശമാണ്. അല്ലെങ്കിൽ ഇത്രയും നമ്മൾ അടിപൊളിയായിട്ട് പറഞ്ഞിട്ട് 100 ആക്കിയില്ലെങ്കിൽ ഭയങ്കര മോശമല്ലേ? ഓക്കെ, ഷിഫ ഇത് ക്ലിക്ക് ചെയ്തോ? ന്യൂ റെപ്പോസിറ്ററി ബട്ടൺ ക്ലിക്ക് ചെയ്തോ? ഇല്ല? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഡൗട്ട് ഉണ്ടോ? സമയമില്ല, നമുക്ക് പെട്ടെന്ന് തീർക്കണം. ഓൾറെഡി 5 മിനിറ്റ് ലേറ്റ് ആയി. ന്യൂ റെപ്പോസിറ്ററി ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷിഫയുടെ പേരോ അല്ലെങ്കിൽ ഷിഫയുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഇഷ്ടമുള്ള പേരിൽ നമ്മൾ എന്ത് ചെയ്യുക, വെബ്സൈറ്റ് ഉണ്ടാക്കുക. വെബ്സൈറ്റ് ഇഷ്ടമുള്ള പേരിൽ കൊടുക്കാം. ഇഷ്ടമുള്ള പേരിൽ കൊടുക്കാം. കൊടുത്തോ? ഷിഫ എന്തെങ്കിലും ഒന്ന് പറയോ? ഷിഫ മുങ്ങിയോ? ആ, ഓക്കെ ആണ്. സെറ്റ്. എന്നിട്ട് എന്ത് ചെയ്യാ, ക്രിയേറ്റ് റെപ്പോസിറ്ററി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ഇങ്ങനെ ഒരു പേജ് കാണും. പേര് കൊടുത്തിട്ട് ക്രിയേറ്റ് റെപ്പോസിറ്ററി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു പേജ് കാണും. ക്ലിയർ ആണോ? എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് ന്യൂ ഫയൽ എന്ന് പറഞ്ഞൊരു ബട്ടൺ, ഇവിടെ ചെറിയ ഒരു ടെക്സ്റ്റ് കാണാം. ബട്ടൺ ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് ന്യൂ ഫയൽ, അപ്ലോഡ് ആൻ എക്സിസ്റ്റിംഗ് ഫയൽ എന്ന് പറഞ്ഞിട്ട് 2 ബട്ടൺ ഉണ്ട്. ഇതിലെ ക്രിയേറ്റ് ന്യൂ ഫയൽ എന്നുള്ള ബട്ടണാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. അതുവരെ ഓക്കെ ആണോ? ഇതുവരെ വളരെ ശരിയാണെന്നല്ലേ? ഓക്കെ, ഇവിടെ നമ്മൾ മേലെ index.html എന്നുള്ള എന്ത് ചെയ്യും, കൊടുക്കും. index.html എന്ന് കൊടുക്കും. താഴെ നമ്മളെ ChatGPT-യുടെയോ ക്ലോഡിന്റെയോ കണ്ടന്റ് ഈ താഴെ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും, പേസ്റ്റ് ചെയ്യും. ക്ലിയർ ആണോ? ഷിഫ ഇതുവരെ ഫോളോ ചെയ്തോ? 79 ആയിട്ടേ ഉള്ളൂ കേട്ടോ. അത് 100 എത്തിക്കണ്ടേ നമുക്ക്, മോശമല്ല? അല്ലെങ്കിൽ തെറ്റായി. നിങ്ങൾ ചിലപ്പോ മുന്നേ റൈസ് ചെയ്തിട്ട് താഴ്ന്നു പോയിട്ടുണ്ടാവും ചിലപ്പോ. അതെന്ത് ചെയ്യാ, ഒന്നും കൂടി റൈസ് ചെയ്ത് നോക്കൂ. 80 പോരാ, നമുക്കൊരു 100 എത്തണം. വെറുതെ കൈ വെക്കരുത്. ഇതുവരെ ചെയ്ത ആൾക്കാർ മാത്രം കൈ വെക്കിയാൽ മതി. ഷിഫയുടെ ഓക്കെ ആണോ? ഷിഫ ഓക്കെ ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അത് കമ്മിറ്റ് ചേഞ്ചസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു സ്റ്റേറ്റിൽ എത്തണം. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, index.html കാണാൻ പറ്റണം, ഇങ്ങനെ ഒരു കമ്മിറ്റ് മെസ്സേജ് എന്നൊരു സാധനം കാണാൻ പറ്റണം. അപ്പൊ ഇങ്ങനെ ഒരു പ്രൊജക്ട് എത്തി നിൽക്കണം എല്ലാവരും.
എല്ലാവരും ഈ ഒരു സ്റ്റേറ്റിൽ എത്തി നിൽക്കണം. ഈ ഒരു സ്റ്റേറ്റിൽ എത്തി നിൽക്കുന്ന ആൾക്കാർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യേ, നിങ്ങൾ പാർട്ടി പോപ്പറോ എന്തെങ്കിലുമൊക്കെ നടിക്കും. ഉഷാറാണ് ഉഷാറാണ് ഉഷാറാണ്. 85 86 ഉഷാറാണ് ഉഷാറാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഹോസ്റ്റ് ചെയ്യാം. ഇതിപ്പോ ആരും കണ്ടിട്ടില്ല, നിങ്ങളുടെ വെബ്സൈറ്റ് ഞാനും കണ്ടിട്ടില്ല, എന്റെ വെബ്സൈറ്റ് നിങ്ങളും കണ്ടിട്ടില്ല. ഇനി എന്ത് ചെയ്യണം, എല്ലാവർക്കും കാണുന്ന പോലെ ഒരു സെർവറിൽ കൊണ്ടുപോയിട്ടിടണം. അത് സെർവറിൽ കൊണ്ടുപോയിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെർവറിൽ പോയി കൊണ്ടുപോയിടൊന്നും വേണ്ട. ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. കമ്മിറ്റ് ചേഞ്ചസ് കൊടുത്താൽ എങ്ങനെയാ വരണ്ടേ, കമ്മിറ്റ് ചേഞ്ചസ് കൊടുത്താൽ ഇങ്ങനെ വരണം. ഇങ്ങനെ ഒരു നിങ്ങളുടെ വെബ്സൈറ്റിന്റെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ റെപ്പോസിറ്ററിയുടെ പേര്, അതിലൊരു index.html എന്നുള്ള ഒരു ഫയൽ ഉണ്ടാവണം. ആ റെപ്പോസിറ്ററിയുടെ ലിങ്ക് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ ചാറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് കറക്റ്റ് ആണോ എന്ന് വേണേ പറയാം. കമ്മിറ്റ് ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാല് ഇതിൽ കാണുന്ന പോലെ എന്ത് വേണം, ഒരു index.html എന്നുള്ള ഒരു ഫയൽ കാണണം. കിട്ടി. ഓക്കെ, സെറ്റ്. ഇനി എല്ലാവരും ഒപ്പം നിൽക്കണം. ഇനി 2-3 സ്റ്റെപ്പ്, 2-3 ബട്ടൺ ക്ലിക്ക് ചെയ്യാനുണ്ട്. 2-3 ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സൈറ്റ് ആയിട്ട് മാറും. ഓക്കെ, സെറ്റിംഗ്സ് ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക എല്ലാവരും. സെറ്റിംഗ്സ് ഉള്ള ബട്ടൺ, സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത ആൾക്കാരൊക്കെ ഫയൽ നെയിം ഓൾറെഡി എക്സിസ്റ്റ്. അപ്പൊ ഓൾറെഡി index.html ഉണ്ടാവും. index.html ഓൾറെഡി ഉണ്ടാവും. ജസ്റ്റ് ഈ ആ ബാക്ക് അടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓൾറെഡി index.html ഉണ്ടാവും. അതായിരിക്കും ഫയലിൽ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് കാണിക്കണം. നോക്കൂ, ഫയൽ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് കാണിക്കുന്നത് 84 ആയിട്ടേ ഉള്ളൂ കേട്ടോ, ഉഷാറില്ല. എവിടെ കൊടുക്കണ്ടേ, എനിക്ക് ആ ലിങ്ക് ഒന്ന് അയച്ചു തരുമോ? ഈ ഒരു ലിങ്ക്, അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്തിട്ട് ചാറ്റിൽ ഇങ്ങനെ ഒന്ന് ഇടാവോ? ലാസ്റ്റ് 3 സ്റ്റെപ്സ് ഒന്നും കൂടി പറയോ? ഏതുവരെ എത്തി ഷിഫ ഏതുവരെ എത്തി? മൈക്ക് ഓണാക്കി പറഞ്ഞോളൂ, അല്ലെങ്കിൽ ചാറ്റിലിട്ടോ. ലാസ്റ്റ് 3 സ്റ്റെപ്സ് എവിടെ എത്തി നിൽക്കുകയാണ്? ഇതുപോലൊരു പ്രൊജക്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? index.html നെയിം ഒക്കെ കൊടുത്ത് കമ്മിറ്റ് ചേഞ്ചസ്. ഏതിന്റെ നെയിം, റെപ്പോസിറ്ററിയുടെ നെയിം ആണോ? ഓക്കെ. ഷിഫയുടെ ചെയ്ത് കറക്റ്റ് ആണ്. ഇത് സ്വാതിയാണല്ലേ? സ്വാതി ചെയ്ത് കറക്റ്റ് ആണ്. index.html വന്നിട്ടുണ്ട്. ഇതുപോലെ വരണം എല്ലാവരുടെയും. ഷിഫയുടെ ഒന്ന് അയക്കൂ, വെരിഫൈ ചെയ്യാം. എനിക്ക് 9:30 നമുക്ക് ഗിറ്റ് സെഷൻ തുടങ്ങണം. അതിന് മുന്നേ നമുക്ക് എല്ലാവർക്കും ഹോസ്റ്റ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ കൂടി ഉണ്ടാക്കാന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഷിഫ എവിടെ നിൽക്കുന്നത് കൃത്യമായിട്ട് പറയൂ. റെപ്പോസിറ്ററിയുടെ ശേഷം ഉള്ളത് ഒന്നും കൂടി പറയൂ. ഓക്കെ, റെപ്പോസിറ്ററി നമ്മൾ എന്ത് ചെയ്തു, ആദ്യം മുതൽ പറഞ്ഞുതരാം. ഓക്കെ, റെപ്പോസിറ്ററീസ് പോയിട്ട് ക്രിയേറ്റ് റെപ്പോസിറ്ററി കൊടുത്ത്, ശ്രദ്ധിച്ചോട്ടോ, ലാസ്റ്റ് ടൈം ഇനി പറഞ്ഞില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റ് എന്നുള്ള ഇഷ്ടമുള്ളൊരു പേര് കൊടുത്ത് ക്രിയേറ്റ് റെപ്പോസിറ്ററി കൊടുത്ത്, ശ്രദ്ധിച്ചോ, ക്രിയേറ്റ് ന്യൂ ഫയൽ കൊടുത്ത് ഇവിടെ നമ്മളുടെ GPT-യുടെ കണ്ടന്റ് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇനി ഈ നെയിം ഓഫ് യുവർ ഫയലില് index.html ഞാൻ കോപ്പി ചെയ്ത് ചാറ്റിലിടാം. ആദ്യം ചെയ്ത റെപ്പോസിറ്ററി പോയി, കുഴപ്പമില്ല. ആദ്യം ചെയ്ത റെപ്പോസിറ്ററി എങ്ങനെ പോണത്, പുതിയ റെപ്പോസിറ്ററി ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ പോവാം. ഇപ്പൊ സ്വാതി എന്നുള്ള ആളുടെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ റെപ്പോസിറ്ററീസ് കൊണ്ട് കാണാൻ പറ്റും. പ്രൊഫൈൽ പോർട്ട്ഫോളിയോ കണ്ടോ. അപ്പൊ ഒരു വട്ടം ഉണ്ടാക്കിയത് പോവൊന്നുമില്ല, അതവിടെ കിടക്കും. അപ്പൊ നിങ്ങളുടെ പ്രൊഫൈലിൽ പോയിട്ട് റെപ്പോസിറ്ററീസ് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും, നിങ്ങൾ ഓൾറെഡി ഉണ്ടാക്കിയ പോർട്ട്ഫോളിയോ സാധനങ്ങൾ ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ ഷിഫയ്ക്ക് ക്ലിയർ ആണോ? നമ്മൾ എന്ത് ചെയ്തു, പേര് കൊടുത്തു, HTML ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, കമ്മിറ്റ് ചേഞ്ചസ് 2 ബട്ടൺ, കമ്മിറ്റ് ചേഞ്ചസ്. ക്ലിയർ ആണോ? ഇത് കുറഞ്ഞു വരികയാണല്ലോ. നമ്മൾ 85 ഉണ്ടായിരുന്നതാ. 100 എത്തിക്കണം നമുക്ക്. 100 എത്തിച്ചില്ലെങ്കിൽ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് പരാജയമാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നതാണ്. 80 എത്തിയിട്ടേ ഉള്ളൂ. ബാക്കിയുള്ളൊരു മീറ്റ് ഓൺ ആക്കി വെച്ച് ഫുഡ് കഴിക്കാൻ പോയോ തോന്നുന്നു, നമ്മൾ ഇത്രയും വലിയൊരു കാര്യം ഇവിടെ ചെയ്യുമ്പോൾ. ഓക്കെ, റെപ്പോസിറ്ററി ശേഷം ഷിഫയുടെ ക്ലിയർ ആണോ? ഷിഫ പറയുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.
യാ, ക്ലിയർ ആണ്. ഇനി ശ്രദ്ധിച്ചോ. എന്റെ ഒപ്പം ക്ലിക്ക് ചെയ്ത് പോകണം, അല്ലെങ്കിൽ തെറ്റും. എന്റെ ഒപ്പം ക്ലിക്ക് ചെയ്ത് പോകണം. കോപ്പി ചെയ്തു, കോഡ് കോപ്പി ചെയ്തു, എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തില്ലേ, കോഡ് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഈ എഡിറ്റ് എന്നുള്ള ഈ ഒരു എഡിറ്ററിൽ പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇവിടെ ടൈറ്റിൽ കൊടുക്കുന്നിടത്ത് എന്ത് ചെയ്യണം, index.html എന്ന് കൊടുക്കണം. ടൈറ്റിൽ കൊടുക്കുന്നവർക്ക് index.html എന്ന് കൊടുക്കണം. കൊടുത്തോ? പേസ്റ്റ് ചെയ്തു, ടൈറ്റിലും കൊടുത്തു. എന്നിട്ട് കമ്മിറ്റ് ചേഞ്ചസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എവിടെയാ കമ്മിറ്റ് ചേഞ്ചസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. വീണ്ടും കമ്മിറ്റ് ചേഞ്ചസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ടൈറ്റിലും കൊടുത്തു കഴിഞ്ഞാല് കമ്മിറ്റ്. ഇപ്പൊ എന്താ പറഞ്ഞേ, ജസ്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. എത്തിയിട്ടില്ല, നമ്മളെ ഡിപ്ലോയ്മെന്റിലേക്ക് എത്തിയിട്ടില്ല. ഷിഫ പേസ്റ്റ് ചെയ്യാണെന്ന് പറഞ്ഞപ്പോ അതൊന്നുകൂടി പറഞ്ഞതാ. കമ്മിറ്റ് ചെയ്തു, എവിടെ കമ്മിറ്റ് ചെയ്ത് വീണ്ടും കമ്മിറ്റ് ചേഞ്ചസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഷിഫ എത്തിയോ? അത് ഷിഫെത്തി, ഇതെങ്ങനെ 90 ഒരു 100 എത്തിക്കണം കേട്ടോ. 100 എത്തിച്ചില്ലെങ്കിൽ മോശമാണ്. 80 പോരാ, 100 എത്തിക്കണം നമുക്ക്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, സെറ്റിംഗ്സ് പോവാ. സെറ്റിംഗ്സ് ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ഒപ്പം ചെയ്തു പോവാം. സെറ്റിംഗ്സ് ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി എല്ലാവരും ഒപ്പം പോകുള്ളൂ കേട്ടോ. സെറ്റിംഗ്സ് ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തവരൊക്കെ ലൈക്ക് ഇങ്ങനെ ഇട്ടോളൂ. സെറ്റിംഗ്സ് ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തവരൊക്കെ ലൈക്ക് ഇടാം. ഹാൻഡ് റൈസിങ് താഴാൻ പാടില്ല കേട്ടോ. ഹാൻഡ് 80 എത്തിയിട്ടുള്ളൂ. മോശം. സാർ ആ ബട്ടൺ ഒന്ന് കാണിക്കോ? ഏത് ബട്ടൺ ആയിരുന്നു? സെറ്റിംഗ്സ് ബട്ടൺ ആണോ? അതാ ഇവിടെ കോഡ്, ഇഷ്യൂസ്, പുൾ റിക്വസ്റ്റ്, ആക്ഷൻ, പ്രൊജക്ട്സ്, വിക്കി, സെക്യൂരിറ്റി, ഇൻസൈറ്റ്സ്, സെറ്റിംഗ്സ്. സെറ്റിംഗ്സ് ഉള്ള ബട്ടൺ ക്ലിക്ക് കഴിഞ്ഞാൽ അങ്ങനെ കാണാം. ജനറൽ, റെപ്പോസിറ്ററി നെയിം, അങ്ങനെ കുറെ സാധനങ്ങൾ കാണാം. ക്ലിയർ ആണോ അനുപ്രിയ? സാർ ഒന്ന് വിളിക്കില്ലേ? യെസ്. ഇനി ഇവിടെ താഴത്തേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ പേജസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണുന്നുണ്ടോ? ഇവിടെ കണ്ടോ? എല്ലാരും നോക്ക്, പേജസ് എന്ന് പറഞ്ഞിട്ട്. എന്റെ സ്ക്രീനിൽ വന്ന് നോക്കിയിട്ട് നിങ്ങളുടെ അവിടെ എവിടെ ഉണ്ടാവുക നോക്ക്. എന്നിട്ട് അവിടെ പോയി ആ പേജസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇത് ഒപ്പം ചെയ്യണം, കാരണം 1-2 സ്റ്റെപ്പ് എവിടെയെങ്കിലും തെറ്റി കഴിഞ്ഞാൽ ആദ്യം മുതൽ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്തു, പേജസിൽ ക്ലിക്ക് ചെയ്തു, പേജസിൽ ക്ലിക്ക് ചെയ്തു. പേജസിലെല്ലാം ക്ലിക്ക് ചെയ്തോ? പേജസിൽ ക്ലിക്ക് ചെയ്ത ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യൂ. 79 ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഇതെങ്ങനെ 100 എത്തിക്കണം നമുക്ക്. നിങ്ങൾ മോശം. എന്റെ ഒരു സമാധാനത്തിലെങ്കിലും നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്യേ. ഓക്കെ, പേജസ് എന്നുള്ളടത്ത് എല്ലാവരും ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ? പേജസ് എന്നുള്ള എല്ലായിടത്തും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ശ്രദ്ധിക്കുക, ഡിപ്ലോയ് ഫ്രം ബ്രാഞ്ച് എന്നുള്ളത് ഇവിടെ കാണാം ഓൾറെഡി. ബിൽഡ് ആൻഡ് ഡിപ്ലോയ്മെന്റ് സോഴ്സ് എന്ന് പറയുന്നത് ഡിപ്ലോയ് ഫ്രം ബ്രാഞ്ച്. അത് അങ്ങനെ തന്നെ ഡിഫോൾട്ട് ഉണ്ടാവുക. ഇനി താഴെ ഇവിടെ ഒരു നൺ എന്ന് പറഞ്ഞൊരു സാധനം കാണാം. എല്ലാരും കണ്ടോ? നോക്കൂ. താഴെ ഇവിടെ നൺ എന്ന് പറഞ്ഞൊരു സാധനം കാണാം. എല്ലാവരും അതിൽ ക്ലിക്ക് ചെയ്യൂ. നണ്ണിൽ ക്ലിക്ക് ചെയ്യൂ. എല്ലാവരും നണ്ണിൽ ക്ലിക്ക് ചെയ്യൂ. എന്നിട്ട് അവിടെ ഒരു മെയിൻ ഉള്ള ബട്ടൺ കാണാം. നണ്ണിൽ ക്ലിക്ക് ചെയ്താൽ മെയിൻ എന്ന് കാണാം. നോക്കൂ എല്ലാരും. ആരെങ്കിലും ഒപ്പം എത്തിയില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ആരെങ്കിലും ഉണ്ടെച്ച ചാറ്റിൽ ഇട്ടോളൂ. എല്ലാവരും സെറ്റിംഗ്സിൽ പോയി, പേജസിൽ പോയി, ആ നൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മെയിൻ ആക്കുന്നു. ഓക്കെ, എന്നിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കൂ. എന്നിട്ട് സേവ് ബട്ടൺ ക്ലിക്ക്. ആ ഫോണിൽ പേജസ് വേറെ കാണുള്ളൂ. ഓക്കെ, ഫോണിൽ എങ്ങനെ കാണാന്നുള്ളത് ഞാൻ വേണേ ഫോണിൽ സ്ക്രീൻ ഷെയർ ചെയ്യാം. താഴേക്ക് സ്ക്രോൾ ചെയ്താൽ കാണും. താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കൂ. ശരിയാ, താഴേക്കൊന്ന് സ്ക്രോൾ. ഡെസ്ക്ടോപ്പ് സൈറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എടുത്താൽ മതി. ഫോണിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് എടുത്ത്
ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവും, ശരിയാവും. ശരി പറഞ്ഞ കറക്റ്റാണ്. ഷിഫ ചെയ്തോ? ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാ? സേവ് അടിച്ചോ? യെസ്, ഓക്കെ ഓക്കെ, അടിപൊളി 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 അടിപൊളി. സേവ് അടിച്ചു കഴിഞ്ഞാല് നമ്മള് എന്ത് ചെയ്യാ? നമ്മളുടെ ഏകദേശം ലൈവ് ആയിട്ടുണ്ട്. ഇനി അത് കാണണം, നമുക്ക് എല്ലാവർക്കും ഓപ്പൺ ചെയ്യാണ് വേണ്ടത്. ഇനി ഇവിടെ ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണാം. ഇവിടെ സെറ്റിങ്സും കോഡൊക്കെ കണ്ട മാതിരി ആക്ഷൻസ് എന്ന് പറഞ്ഞൊരു സംഭവം കാണാം. കണ്ടോ? എല്ലാരും എടുത്തോ? മെയ് കൊടുത്തിട്ട് പിന്നെ സേവ്, ആദ്യം സേവ് അടിക്കാം. എല്ലാരും സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ, ക്ലിക്ക് ചെയ്യൂ, സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ, സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. എല്ലാരും സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തോ? സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തവർക്ക് ഹാൻഡ് ഒരു തംസ് അപ്പ് ഇട്ടോ. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആക്ഷൻസ് എന്നുള്ള ബട്ടണിൽ വന്ന് ഒരു പച്ച കളർ ടിക്ക് കാണണം. എല്ലാവരും പച്ച കളർ ടിക്ക് ഇതേപോലെ കാണണം. ഇതുപോലെ ഒരു പച്ച കളർ ടിക്ക് എല്ലാവരും കാണണം. ഇത് ഇത്രയും കണ്ട ആൾക്കാരൊക്കെ ഒരു തംസ് അപ്പ് ചെയ്യൂ. തംസ് അപ്പോ പോപ്പോ നിങ്ങളുടെ ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവരും ആക്ഷനിൽ എത്തിയിട്ടുണ്ട്. ആർക്കെങ്കിലും ആക്ഷനിൽ എത്താത്തുണ്ട് വെച്ചാൽ പറഞ്ഞോ. ഓക്കെ, ആക്ഷനിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് ആ പേജ് ബിൽഡ് ആൻഡ് ഡിപ്ലോയ്മെന്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു സ്ക്രീൻ കാണണം എല്ലാവർക്കും. എങ്ങനെ? ഇങ്ങനെ ഒരു സ്ക്രീൻ കാണണം. പേജ് ബിൽഡ് ആൻഡ് ഡിപ്ലോയ്. പേജസ് മുതൽ പറയുമോ? പേജസ് കൊടുത്തു കഴിഞ്ഞാൽ സേവ് അടിച്ചോ നേഹ? സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തോ? ഇല്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. പേജസിൽ പോവാ. ഞാൻ ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. വെബ്സൈറ്റിൽ സെറ്റിങ്സിൽ പോവാ, പേജസിൽ പോവാ, നണ്ണിൽ ക്ലിക്ക് ചെയ്യുക, മെയിനിൽ ക്ലിക്ക് ചെയ്യുക, സേവ് അടിക്കുക. അതാണ് പണി. സെറ്റിങ്സ് പോവാ, പേജസിൽ പോവാ, നണ്ണിൽ ക്ലിക്ക് ചെയ്യുക, എന്താ പറയാ, സേവ് അടിക്കുക. അടിച്ചോ? ആക്ഷൻ ഗ്രീൻ ടിക്ക് വന്നു. അതാണ് അതാണ് അതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ആ ആക്ഷനിൽ ആ ഗ്രീൻ ടിക്കിന്റെ പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഇങ്ങനെ ഒരു പേജ് കാണാം. ബിൽഡ് റിപ്പോർട്ട്, ബിൽഡ് സ്റ്റാറ്റസ്, ഡിപ്ലോയ്. അതെല്ലാവർക്കും കിട്ടിയോ? ഇത് കിട്ടിയ ആൾക്ക് ഓക്കെ ഇല്ലാന്നോ? മനസ്സിലായില്ല. സേവ് ചെയ്ത് കഴിഞ്ഞാല് സെറ്റിങ്സ് എന്ന് പോരാ. സേവ് ചെയ്താൽ പിന്നെ സെറ്റിങ്സ് പോകേണ്ട ആവശ്യമില്ല. ആക്ഷൻസ് എന്നുള്ള ടേബിളിലേക്ക് പോരാ. ആക്ഷൻസ് എന്നുള്ള ടേബിളിലേക്ക് പോരാ. ആക്ഷനിൽ വന്നിട്ട് എന്താ ചെയ്യേണ്ടത്? അതെ, പേജ് ബിൽഡ് ആൻഡ് ഡിപ്ലോയ്മെന്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. പേജ് ബിൽഡ് ആൻഡ് ഡിപ്ലോയ്മെന്റ് എന്നുള്ളതിലേക്ക് ക്ലിക്ക് ചെയ്യാം. ഇത് 78 ആയിട്ടേ ഉള്ളൂ കേട്ടോ, 100 എത്തിക്കണം നമുക്ക്. ആക്ഷൻസിൽ വന്നിട്ട് എന്താ ചെയ്യാ? ഓക്കെ, പേജ് ബിൽഡ് ആൻഡ് ഡിപ്ലോയ്മെന്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു URL കാണാം. ഒരു URL ഇവിടെ കാണാം, ഉണ്ടോ? ഡിപ്ലോയ് എന്നുള്ളതിന്റെ അടിയിൽ ഒരു ചെറിയ URL കാണാം, ഉണ്ടോ? എല്ലാരും അത് ഓപ്പൺ ചെയ്യൂ. ആ URL ഒന്ന് ക്ലിക്ക് ചെയ്യൂ. ആ URL എല്ലാരും ക്ലിക്ക് ചെയ്യൂ. URL ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സൈറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാം ലൈവായിട്ട്. ടടാ, ആക്ഷൻ ജനറൽ ഓർ റണ്ണേഴ്സ്. ആക്ഷൻസ് അവിടെയല്ല, സെറ്റിംഗ്സിൽ ആക്ഷൻ അല്ല. നമ്മൾ എന്ത് ചെയ്യാ? ഈ സെറ്റിംഗ്സ് ഉള്ള പോലെ ആക്ഷൻസ് മേലെ ഉണ്ട്, കണ്ടോ? സെറ്റിംഗ്സ് ഉള്ള പോലെ ആക്ഷൻസ് എന്തുണ്ട്? മേലെ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യണം. URL എവിടെയാ? ഓക്കെ, ഇതില് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഡിപ്ലോയ് എന്നുള്ളതിന്റെ അടിയിൽ ഒരു നീല URL കാണാം. ഈ ഡിപ്ലോയ് എന്നുള്ളതിന്റെ അടിയിൽ ഒരു നീല URL കാണാം. നോക്കി നോക്കൂ. ഡിപ്ലോയ് എന്നുള്ളതിന്റെ അടിയിൽ ഒരു നീല URL കാണാം. നോക്കി നോക്കൂ. കണ്ടോ? ഏഹയ്ക്ക് കണ്ടോ? കിട്ടിയോ? കിട്ടിയ ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യൂ. പറ്റേ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും സൈറ്റ് കണ്ടോ? സൈറ്റ് കണ്ട സൈറ്റിന്റെ ലിങ്ക് എടുത്ത് ചാറ്റിലിടാം. എല്ലാരും പേജ് കഴിഞ്ഞിട്ട് പേജിൽ പോയിട്ട് ഇതിൽ പോവാ. ഡിപ്ലോയ് എന്നുള്ള അതിന്റെ അടിയിലുള്ള URL എന്ത് ചെയ്യാ? ഓപ്പൺ ചെയ്യാം. പേജ് കഴിഞ്ഞിട്ട് ആക്ഷൻസിലേക്ക് വരിക. ആക്ഷനിൽ പേജ് ബിൽഡ് ആൻഡ് ഡിപ്ലോയ്മെന്റ് പോവാ. ഡിപ്ലോയിന്റെ URL ക്ലിക്ക് ചെയ്യാം.
ആ വന്നു എത്രങ്ങാനും വെബ്സൈറ്റാ നമ്മൾ അരമണിക്കൂർ ഉണ്ടാക്കി. ഇതാ എന്റെ വെബ്സൈറ്റ് ഇവിടെ ഉണ്ട്. 1 2 നമ്മളെല്ലാം തുറന്നു കാണിക്കും. 1 2 3 4 5 6 7 8 9 10 സൈറ്റ് കോൺഫിഗേർഡ് അറ്റ് ദ അഡ്രസ് നോട്ട് കണ്ടെയ്ൻ ദ റിക്വസ്റ്റഡ് ഫയൽ. മിക്കവാറും index.html ആണോ എന്നുള്ളത് നോക്കി നോക്കൂ. index.html ആ റെപ്പോന്റെ ലിങ്ക് ഒന്ന് എനിക്ക് ജയലക്ഷ്മി അയച്ചു തരുമോ? റെപ്പോന്റെ ലിങ്ക് ഈ ഒരു തിരക്ക് കഴിഞ്ഞിട്ട് അയക്കാട്ടോ. അത്രയും വെബ്സൈറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്കും വെബ്സൈറ്റ് വന്നില്ല. ആ റെപ്പോന്റെ ഇഷ്യൂ ഉള്ള ആൾക്കാരൊക്കെ റെപ്പോന്റെ ലിങ്ക് ഒന്ന് ചാറ്റിൽ ഇട്ടാൽ മതി. എത്രങ്ങാനും വെബ്സൈറ്റ് അയച്ചിട്ടാ. എല്ലാവർക്കും സ്വന്തം വെബ്സൈറ്റ് ആയി. ഈ പരിപാടി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഫ്രണ്ട് എൻഡ് എഞ്ചിനീയേഴ്സ് ആയി. ഫയൽ നോട്ട് ഫൗണ്ട് അത് നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പൊ ജയലക്ഷ്മിയുടെ ഒരു ഇഷ്യൂ ഉണ്ട്. ജയലക്ഷ്മി എന്തുണ്ട്? index.html ആക്ഷൻസിൽ വന്ന് പേജ് ഡിപ്ലോയ്മെന്റ് വന്ന് URL ഒന്ന് ക്ലിക്ക് ചെയ്തു. ഫയൽ നോട്ട് ഫൗണ്ട് അല്ലേ? എന്താണ് നോക്കാം നമുക്ക്. ഓക്കെ ഇതില് ഐ ആണോ എൽ ആണോ എന്ന് കൺഫേം ചെയ്യുമല്ലോ ജയലക്ഷ്മി? ഇത് ഐ ആണോ എൽ ആണോ എന്നുള്ളത് ഒന്ന് എൽ ആണെങ്കിൽ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടേ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഒരു മിനിറ്റ്, എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് മിക്കവാറും ഇത് എൽ ആയിരിക്കണം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഐ ആയിരിക്കണം. അതൊന്ന് കൺഫേം ചെയ്യോ ജയലക്ഷ്മി? എല്ലാവരും അവരുടെ ഫയൽ നെയിം index.html ആണ് എന്ന് കൺഫേം ചെയ്യാം. ഫയൽ നോട്ട് ഫൗണ്ട് കാണിക്കുന്ന ആൾക്കാരെല്ലാരും കാരണം ഐ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരേണ്ടത്. കണ്ടോ? ഐ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരേണ്ടത്. ഇതല്ല എങ്കിൽ നിങ്ങളുടെ ഫയൽ തെറ്റാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ദിസ് ഫയൽ കൊടുത്തിട്ട് എന്ത് ചെയ്യാം? ഇവിടെ ഫയൽ നെയിം ചേഞ്ച് ചെയ്യാം. എഡിറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഫയൽ നോട്ട് ഫൗണ്ട് കൊടുത്ത ആൾക്കാരൊക്കെ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യാം. സെറ്റിംഗ് നമ്മളുടെ കോഡിൽ പോവാ, കോഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ index.html ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ദിസ് ഫയൽ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫയൽ നെയിം കറക്റ്റ് അല്ലേ എന്ന് വെരിഫൈ ചെയ്യാം. index.html index.html അല്ലേ എന്ന് കൺഫേം ചെയ്യാം. ഫയൽ നെയിം ചേഞ്ചിങ് ഒന്നുകൂടി പറയും. അതേപോലെ കോഡിൽ പോവാ, ശ്രദ്ധിക്കുക. കോഡിൽ പോവാ, index.html ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു എഡിറ്റ് ദിസ് ഫയൽ എന്നുള്ള ബട്ടൺ കാണാം. എഡിറ്റ് ദിസ് ഫയൽ ഞാൻ ഫിഗ്മയിൽ എടുത്തിടുന്നുണ്ട്. എന്തെങ്കിലും റെഫറൻസിന് വേണമെങ്കിൽ ഫിഗ്മയിൽ എടുത്തിടുന്നുണ്ട്. എഡിറ്റ് ദിസ് ഫയൽ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം? എഡിറ്റ് ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് INDEX തന്നെയാണോ അതിന്റെ ടൈറ്റിൽ നോക്കുക. INDEX ആണോ? എനിക്ക് വെബ്സൈറ്റ് ആയിട്ട് വന്നില്ല, ജസ്റ്റ് ക്ലോഡ് കൊടുത്ത കോഡാണ് വരുന്നേ. നിന്റെ ഗിറ്റബിന്റെ ഒന്ന് അയക്കാവോ? നേഹയുടെ ഗിറ്റബ് ഒന്ന് അയക്കാവോ? നമുക്ക് ഒരുപാട് വെബ്സൈറ്റ് കാണാനുണ്ട്. ഒന്നതാ നന്ദന വിശ്വനാഥ്, അടിപൊളി വെബ്സൈറ്റ് ആയിട്ടുണ്ടല്ലോ, കൊള്ളാലോ. ഇത്രയും വെബ്സൈറ്റ് നമ്മൾ പണ്ടൊരു കാലത്ത് ഉണ്ടാക്കണ എത്ര ദിവസം പിടിക്കും? കൊള്ളാം. എല്ലാവരുടെയും ഒരു രസമുണ്ട്. ഇത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടല്ലോ. നല്ല ഒരു ക്ലീൻ അടിപൊളി ആയിട്ടുണ്ട്. കണ്ടോ മെയില്? അനിമേഷൻ ഒക്കെ വന്നിട്ടുണ്ട് കണ്ടോ? ഇത് ഏകദേശം ആ ഒരു കളർ വന്നിട്ടുണ്ട്. കുറച്ച് അനിമേഷൻ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു ഫൂട്ടറൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ കണ്ടോ? ഇതും കൊള്ളാം. ഇൻട്രസ്റ്റ് ഇതും കൊള്ളാം. അല്ല എല്ലാം അടിപൊളി വെബ്സൈറ്റ്. ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് കോഡ് ചെയ്ത് ഉണ്ടാക്കുമ്പോ ഇത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല. ആദ്യമായിട്ട് ഉണ്ടാകും. ഞാൻ ഉണ്ടാക്കിയ ആദ്യത്തെ വെബ്സൈറ്റ് ഒന്നും ഇത്ര ഭംഗി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതെന്ത് പറ്റി? ഇതാരുടെയാണ്? ഹിബ web.com/hiba വെബ്സൈറ്റില് index.html ആണ്. ഈ ആക്ഷൻസ് റൺ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും പുതിയ വെബ്സൈറ്റ് വന്നു. ഇവിടെ റെഡി ആയി. നേരത്തെ ഇഷ്യൂ പറഞ്ഞ ഇവിടെ റെഡി ആയി. എങ്ങനെയാ എഡിറ്റ് ചെയ്യാം? ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാ? നമ്മളുടെ കോഡിൽ വരാ, നമ്മളെ റെപ്പോസിറ്ററിയിൽ വരാ, എന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ index.html ഒരു ലിങ്ക് ആണ്, അതിലാണ് ക്ലിക്ക് ചെയ്യാം. ഇതുവരെ ചെയ്തോ? റെക്കോർഡ് ക്ലാസ് കിട്ടുവോ? അത് ആരാ?
ടിങ്കറബിന്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാര് അരുന്ധതി ഉണ്ടോ, കുര്യൻ ഉണ്ടോ? ടിങ്കറബ് ഫൗണ്ടേഷന്റെ ഒരു ഇതുണ്ട്. മിക്കവാറും റെക്കോർഡർ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി നോക്കൂ. ആർക്കൊക്കെ ചില ഭാഗങ്ങൾ മിസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞു. എഡിറ്റ് ചെയ്യേണ്ടത് നേഹ, എഡിറ്റ് ചെയ്യേണ്ടത് എങ്ങനെ മനസ്സിലായോ? നമ്മളെ കോഡിൽ പോവാ, index.html ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ദിസ് ഫയൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഫയൽ നെയിം അടിക്കുക. പേജ് സ്റ്റക്ക് ആയിരിക്കുകയാണ്. മൊബൈലിലാണോ? ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കൂ. കോഡില പോവാൻ ഫസ്റ്റ് മുതൽ ചെയ്യണോ? കോഡ് പോവാൻ ഫസ്റ്റ് മുതൽ ചെയ്യൊന്നും വേണ്ട. നമ്മളുടെ പ്രൊഫൈൽ എടുക്കുക, എന്നിട്ട് റെപ്പോസിറ്ററീസ് പോവാ. ഇപ്പൊ ഏറ്റവും ടോപ്പിൽ മിക്കവാറും നമ്മളുടെ വെബ്സൈറ്റ് ഉണ്ടാവും, കണ്ടോ? നമ്മൾ ലാസ്റ്റ് ചെയ്ത വെബ്സൈറ്റ്. ഇപ്പൊ ഇതൊക്കെ ഞാൻ ചെയ്ത വെബ്സൈറ്റ്സ് ആണ്. ഇപ്പോ വെബ്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കോഡിലേക്ക് ഡയറക്ട്ലി പോവാം. index.html എന്നുള്ള പേര് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഗിറ്റബ് ആണ് ഈ ഒരു സൈറ്റ് ഉണ്ടാക്കുന്നത്. ഗിറ്റബ് ആണ് ഇത് എന്ത് ചെയ്യുന്നത്, സെർവ് ചെയ്യാന്ന് പറയും. ഗിറ്റബ് ആണ് ഇത് എന്ത് ചെയ്യുക, ഈ ഫയൽ. അപ്പൊ ഗിറ്റബിന് ഡിഫാൾട്ട് ആയിട്ട് ഈ ഒരു പാത്തിൽ നെയിം എഡിറ്റ് ചെയ്ത് കമ്മിറ്റ് ചെയ്യുക. നെയിം എഡിറ്റ് ചെയ്ത് കമ്മിറ്റ് ചെയ്യുക. ഓക്കെ, മാളവികയോടുള്ള ആൻസർ ആണ്. index.html ആണ് എന്ത് ചെയ്യുക, ഒരു ഫോൾഡറിൽ ഒരു പർട്ടിക്കുലർ പാത്ത് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ, പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊക്കെ എക്സ്പ്ലനേഷൻ പറയാം. അതിന് ബൈ ഡിഫാൾട്ട് ഒരു ഫോൾഡറിൽ പോയി കഴിഞ്ഞാല് ആരും ഗിറ്റബ് ആണെച്ചാലും ഏത് സർവിങ് സോഫ്റ്റ്വെയർ ആണെങ്കിലും ഏത് ഹോസ്റ്റിംഗ് പ്രൊവൈഡർ ആണെച്ചാലും ആദ്യം നോക്കുക index.html. അത് ഞാൻ പറഞ്ഞുതരാം. ലിങ്ക്ഡിൻ എങ്ങനെ എഡിറ്റ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം. ആ റെപ്പോന്റെ URL ഒന്ന് എനിക്ക് ഷെയർ ചെയ്യാവോ, അവിടെ ചാറ്റിൽ ഇടാവോ? ഓക്കെ. index.html എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഡിഫാൾട്ട് ആയിട്ട് സെർവ് ചെയ്യുന്നത് index.html ആണ്. index.html ആയിരിക്കും എന്ത് ചെയ്യുക, ഡിഫാൾട്ട് ആയിട്ട്. ഗോട്ട് ഇറ്റ്. ഓക്കെ. സെറ്റ്. ഓ, അടിപൊളിയായിട്ടുണ്ട്. ഡാർക്ക് മോഡൊക്കെ എത്തുന്നല്ലോ. കൊള്ളാം. ലിങ്ക്ഡിനിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ലിങ്ക്ഡിനിൽ പോകുന്നുണ്ട്, ഗിറ്റബിൽ പോകുന്നുണ്ട്. കൊള്ളാം. അടിപൊളി. ഒരു പോർട്ട്ഫോളിയോ ആയാലും ഇന്നത്തെ ക്ലാസ്സിന് കഴിയുന്നുണ്ട് എല്ലാവർക്കും അല്ലെ? സെറ്റ്. ഇനി അപ്പൊ index.html ആണ് എന്ത് പറയാ, ഡിഫാൾട്ട് ആയിട്ട് നമ്മൾ കാണുന്ന വെബ്സൈറ്റ്, അല്ലെങ്കിൽ ഡിഫാൾട്ട് ആയിട്ട് നമ്മളുടെ ഫയൽ സെർവ് ചെയ്യാം. മനസ്സിലായോ? അപ്പോ അങ്ങനെ പാത്ത്, നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാത്ത് ഇല്ലെങ്കിൽ 404 എന്നുള്ള ഒരു പേജ് നമുക്ക് ഇങ്ങനെ കാണിക്കും. അപ്പൊ നമ്മളുടെ ഗിറ്റബ് ആദ്യം നോക്കുക index.html നമ്മളുടെ ഫോൾഡറിൽ ഉണ്ടോ എന്നുള്ളതാണ് നോക്കുക. index.html ഫോൾഡറിൽ ഉണ്ടെങ്കിൽ അത് സെർവ് ചെയ്യും. ഇനി അതില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളുടെ ഏത് ഫയലാണോ വെച്ചാൽ അത് സെർവ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് നടക്കുന്നത്. ഇനി ഈ കുട്ടിയുടെ ലിങ്ക്ഡിൻ ഒന്ന് എന്ത് ചെയ്യോ, ഷെയർ ചെയ്യോ. എഡിറ്റ് ചെയ്തിട്ട് എന്താ ചെയ്യുക, എഡിറ്റ് ചെയ്തിട്ട് കമ്മിറ്റ് ചെയ്യാം. നേഹയുടെ എഡിറ്റ് ചെയ്തിട്ട് ഒന്ന് കമ്മിറ്റ് ചെയ്ത് നോക്കൂ. എഡിറ്റ് ചെയ്തിട്ട് കമ്മിറ്റ് ചെയ്ത് നോക്കൂ. ഓക്കെ, കുറച്ചുകൂടി വെബ്സൈറ്റ് നമുക്ക് ആ സമയം കൊണ്ട് കാണാം. കൊള്ളാം. എല്ലാവരുടെയും അടിപൊളി വെബ്സൈറ്റ് ആയിട്ടുണ്ട്. മൊബൈലിലൊക്കെ വർക്ക് ആവുന്നുണ്ടോ നിങ്ങൾക്ക് നോക്കണ്ട. മൊബൈലൊക്കെ റെസ്പോൺസീവ് ആണ്. എല്ലാവർക്കും അടിപൊളി വെബ്സൈറ്റ്. ഇപ്പൊ മൊബൈൽ റെസ്പോൺസീവ് ആയിട്ടൊരു വെബ്സൈറ്റ് ആയി. കുറച്ച് റെഡ് തീം ഒക്കെ ആയിട്ട് ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള വെബ്സൈറ്റ് ആണല്ലോ. കൊള്ളാലോ. കുറച്ചുകൂടി കളർഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റ് ആയിട്ടുണ്ട്. എന്റെ വെബ്സൈറ്റ് കൊള്ളാം. ലിയ ലത്തീഫ് കൊള്ളാം. കുറച്ചുകൂടി സിമ്പിൾ മിനിമലിസ്റ്റിക് ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. കുറെ പ്രൊജക്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. കൊള്ളാലോ. ഇത് എന്റെ കോപ്പി അടിച്ചതല്ലേ? ഞാൻ പറഞ്ഞു എന്റെ പ്രോംപ്റ്റ് കോപ്പി അടിക്കരുത്. ഇത് എന്റെ തന്നെയാണ്. കുഴപ്പമില്ല, സെറ്റാക്കാം. ഓക്കെ, കൃഷ്ണേന്ദു കൊള്ളാം. മിനിമലിസ്റ്റിക് ആയിട്ടുള്ളത് കൊള്ളാം. നന്ദന MS കൊള്ളാം. അടിപൊളി. ഇതുണ്ടോ, ഒരു അനിമേഷൻ ഒക്കെ ആയിട്ട് കാണാൻ തന്നെ രസമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ലെറ്റ്സ് കണക്ട്, ഗെറ്റ് ഇൻ ടച്ച്. ഇമെയിലൊക്കെ ഓപ്പൺ ആക്കി വരും. ഉണ്ടോ? ലാംഗ്വേജസ് ഫ്രഞ്ച് ഒക്കെ അറിയാം. കൊറിയൻ. ഓ, വലിയ ആളാണ്. ചുമ്മാട്ടോ. ഓക്കെ. അഞ്ജന ശങ്കർ, നമ്മുടെ അഞ്ജന ശങ്കർ ആണോ? സാറ്റിൽ അഞ്ജന ശങ്കർ അല്ലേ?
അതെ അതെ. ആ അല്ലേ, കുറച്ച് അനിമേഷൻ ഒക്കെ ആയിട്ട് കാണാം, കൊള്ളാവുന്നതാണ്. കൊള്ളാം. ഇവിടെ ഒരു ഇമേജ് കൊടുന്നിട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും. നിങ്ങളുടെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെച്ചാല് അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കൊടുന്നിടാവുന്നതാണ്. കൊള്ളാം കൊള്ളാം. വീണ്ടും ഞാൻ അതും കൊള്ളാം. വീണ്ടും ഞാൻ കൊള്ളാം. വീണ്ടും ഞാൻ തീർന്നില്ലേ? എഡിറ്റ് ചെയ്തു. നേഹ റെഡിയായോ? റെഡിയായോ? സാറിനോട് ഒരു മിനിറ്റ് ലോഡ് ടൈം എടുക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. സാറൊന്ന് വിളിക്കല്ലേ? ആഡ് ഡൊമൈൻ എന്നാ കാണിക്കുന്നത്? അത് കുഴപ്പമില്ല, കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, കുഴപ്പമില്ല. അത് കുഴപ്പമില്ല, അത് കാണിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും പേജസ് എന്നുള്ളതിലേക്ക് വന്നാൽ മതി. ആഡ് ഡൊമൈൻ നമുക്ക് എന്തെങ്കിലും കസ്റ്റം ഡൊമൈൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ sunithvs.com എന്ന് പറഞ്ഞിട്ടുള്ള ഡൊമൈൻ ഞാൻ വാങ്ങിയതാണ്. അപ്പൊ നിങ്ങൾക്ക് ഡൊമൈൻ വാങ്ങിയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ചെറിയ പൈസ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡൊമൈൻ ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടി നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി പേജസ് ഒക്കെ ആഡ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്ത് ചെയ്യണ്ട, പേജസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മാത്രം കാണിക്കുന്നു. എനിക്ക് ആ റെപ്പോണ്ട് ലിങ്ക് ഒന്ന് അയക്കോ, നോക്കിയിട്ട് പറയാം. റെപ്പോണ്ട് ലിങ്ക് ഒന്ന് അയക്കോ. ഹോസ്റ്റ് ചെയ്ത് എഡിറ്റ് ആക്കാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞുതരാം. നവനീത സിനോജ്, ജസ്റ്റ് ആ റെപ്പോണ്ട് ലിങ്ക് ഒന്ന് എനിക്ക് അയക്കോ, ഞാൻ പറഞ്ഞുതരാം എന്താ ഇഷ്യൂ എന്നുള്ളത്. കിട്ടി. എനിക്ക് ലിങ്ക് അയക്കണ്ട. ഏത് ലിങ്ക് അയക്കണ്ടേ? ഓക്കെ, ഈ റെപ്പോസിറ്ററി ലിങ്ക് ഇപ്പോ ഗിറ്റബ് സുനിത് നിങ്ങളുടെ ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് പോവാ, ഈ ലിങ്ക് അയച്ചാൽ മതി. നിങ്ങളുടെ ഏതാണോ റെപ്പോസിറ്ററി അവിടെയുള്ള URL ഉള്ള ലിങ്ക് എടുത്തിട്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താ. ഇതെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഇതുണ്ടോ? ഇത് index.html അല്ല. ഇത് ഐ ക്യാപിറ്റൽ ആണോ അതോ യെല്ലോ എന്തോ ആണ്. അപ്പൊ ഇതിലെന്ത് ചെയ്യാ, ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എഡിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ index.html ആക്കുക. ഇതാണ്. ഇത് യെല്ലോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ഐയോ ആണ്. അതൊന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, കറക്റ്റ് ആക്കുക. നേഹട കിട്ടിയോ? ഫോണിൽ ലിങ്ക് ഒന്നും വരുന്നില്ല. ഫോണിലെ മേലത്തെ URL ബാറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ലിങ്കിന്റെ ഒരു ഓപ്ഷൻ കാണാം. മേലത്തെ സെർച്ച് ബാറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് കോപ്പി ലിങ്കും ഷെയർ ലിങ്ക് ഒക്കെ ഉണ്ടാവും. ഇവിടെ ഒന്ന് വന്നിട്ടുണ്ട്. ഇത് റെഡി ആണല്ലോ? ഇതിനെന്താ പ്രശ്നം? ഇതിന്റെ സെറ്റിങ്സിൽ ഒന്ന് പോവോ? ഇതിന്റെ സെറ്റിങ്സ് പോയിട്ട് പേജസിൽ പോയിട്ട് ഇനി വേറെ വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോ വേറെ പേരിടാം, ഒന്നും പ്രശ്നമില്ല. ആ റെപ്പോന്റെ പേരനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഡൊമൈൻ ഇങ്ങനെ കണക്ട് ആവാം. ഓക്കെ, വേറെ വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ വേറെ എടുക്കാം. നവനീത സിനോജിന് ഇതെന്ത് ചെയ്തിട്ടില്ല, ഗിറ്റബ് ആക്ഷനിൽ പോയിട്ട് പേജസിൽ പോയിട്ട് കണക്ട് ചെയ്തിട്ടില്ല. അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. റെപ്പോ ഓക്കെ. DNS ഇപ്പൊ റെഡി ആയിട്ടുണ്ടാവും. ഈ ആക്ഷൻസ് ഈ പച്ച കത്തി കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. നേഹടെ എന്താണ് ഇഷ്യൂ? എന്ത് പറ്റി?
നേഹ ഒന്ന് റീട്രൈ ചെയ്ത് നോക്കിയോ, അതായത് ഞാൻ കാണിക്കുന്ന പോലെ ചെയ്ത് നോക്കൂ കേട്ടോ. /git ഓക്കെ. സിനിത്തുയസിൽ പോവാ, ആക്ഷൻസിൽ പോയിട്ടേ ഇവിടെ ഒരു പേജ് ബിൽഡ് ഡിപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞ സാധനം കാണാം. എഡിറ്റ് നമുക്ക് റീഇൻഡൻ ചെയ്യാൻ പറ്റില്ല അല്ലെ. എന്നാ ഒരു കാര്യം ചെയ്യാം. ലിങ്ക് കിട്ടുന്നില്ല. ഫോണിലാണോ ലിങ്ക് കിട്ടാത്തത്? അല്ലെങ്കിൽ ഗിറ്റബ് യൂസർ നെയിം ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ഇങ്ങനെ ഇട്ടാൽ മതി. ഇപ്പൊ എന്റെ ഗിറ്റബ് യൂസർ നെയിം സുനിത്തുയസ് എന്നുള്ളതാണ്. ഗിറ്റബ് യൂസർ നെയിം അതുപോലെ ടൈപ്പ് ചെയ്തിട്ടാൽ മതി. ഞാൻ തപ്പി എടുത്തോളാം. പേജിന്റെ കളർ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യാം? ഓക്കെ, പേജ് ഇനി എഡിറ്റ് ചെയ്യണമെങ്കിൽ പേജ് എഡിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. പേജ് എഡിറ്റ് ചെയ്യണം വെച്ചാല് നമ്മൾ index.html എടുക്കുക, ഇവിടെ കോപ്പി ചെയ്യുക, ക്ലോഡിന്റെ അടുത്ത് പോവുക, പുതിയ ചാറ്റ് എടുക്കുക, ഇത് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് ചേഞ്ച് ദി കളർ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടത് വെച്ചാല് അത് പറയാം. ഇപ്പൊ ടെക്സ്റ്റ് മാറ്റണമെങ്കിൽ error 401 എന്താന്ന് പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഇത് ഐ അല്ല, ഇത് ക്യാപിറ്റൽ ലെറ്റർ ഐ ആണ്. ഇത് സ്മോൾ ലെറ്റർ ഐ ആക്കണം, അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ എൽ ആണ്. ഐ ആയിരിക്കാനാ വഴി. ക്യാപിറ്റൽ ലെറ്റർ ഐ ആണ്, ഇത് സ്മോൾ ലെറ്റർ ഐ ആക്കണം. അപ്പൊ ഇതില് index.html ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എഡിറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ട്. എഡിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ പേര് എഡിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ എഡിറ്റ് ചെയ്ത് നോക്കൂ. ഷിയാബ് ഒന്ന് അതൊന്ന് ചെയ്ത് നോക്കൂ. നമുക്ക് 10 മിനിറ്റ് കൂടി ഉള്ളൂ. ഞാൻ കുറച്ചു കാര്യം കൂടി പറയണമെന്ന് കരുതിയാണ്, പക്ഷെ ഇതന്നെ എല്ലാവർക്കും എഫക്റ്റീവ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താ പ്രശ്നം? 404 വെബ്സൈറ്റ് ആക്ഷൻസ്. ഈ ഹൈഫൺ ഒന്ന് എടുത്ത് കളഞ്ഞു. ഐഫോൺ ഉണ്ടായിരുന്നോ? നേരത്തെ ഒരു ഐഫോൺ കണ്ടു. ഈ ഹൈഫൺ ഉണ്ടായതുകൊണ്ടുള്ള ഇഷ്യൂ ആണോ കേട്ടോ. ഇതിന്റെ സെറ്റിങ്സിൽ പോയിട്ടേ, ഇപ്പൊ ഇതില് സെറ്റിങ്സിൽ പോയിട്ട് റെപ്പോന്റെ പേര് ഈ ഹൈഫൺ എന്നുള്ളത് കളഞ്ഞിട്ടേ, ചിലപ്പോ ഐഫോൺ ആയി കഴിഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലും അടിച്ചു പോകുന്നുണ്ടോ നോക്കി നോക്കട്ടെ. ഞാൻ ഐഫോൺ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. നോക്കിയോ. അപ്പൊ ഹൈഫോൺ ഒന്ന് എടുത്ത് കളഞ്ഞ് വെബ്സൈറ്റ് ഒന്ന് മാത്രം ആക്കി നോക്കോ. നേഹ അതൊന്ന് ചെയ്ത് നോക്കൂ. ഐഫോൺ എടുത്ത് കളഞ്ഞിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഐഫോണിന്റെ ഇഷ്യൂ ആയിരിക്കില്ല തോന്നുന്നു, കാരണം അവിടെ കറങ്ങുന്നുണ്ട്. ഇല്ല, ഐഫോണിന്റെ ഇഷ്യൂ ആവില്ലല്ലോ. ഐഫോൺ ഞാൻ മാറ്റിയപ്പോ എനിക്കും ഐഫോൺ വെച്ചപ്പോ പ്രശ്നം വരുന്നുണ്ട്. പിന്നെ എന്തായിരിക്കും നോക്കിയോ. പറ്റി. ഞാൻ ഒരു കാര്യം ചെയ്യോ, ജസ്റ്റ് ഈ index.html ഇപ്പൊ എന്തോ ചേഞ്ച് വരുത്തിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇതൊന്ന് റൺ ആയിക്കോട്ടെ. വർക്കാവോ നോക്കി നോക്കാം. കോഡിൽ ചേഞ്ചസ് എങ്ങനെ വരുത്താന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കോപ്പി ചെയ്തിട്ട് നേരത്തെ തന്നെ ഫയൽ കോപ്പി ചെയ്തിട്ട് GPT-നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ GPT എന്ത് ചെയ്തു, റൈറ്റ് HTML ഫുൾ HTML റൈറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു, ക്ലോഡിന്റെ അടുത്ത് പറഞ്ഞു. ഓക്കെ, അയ്യോ അത് വേറെ എന്താ ഇഷ്യൂ ആണ് കേട്ടോ. നേരത്തെ പുതിയ റെപ്പോസിറ്ററി ഉണ്ടാക്കിയിട്ടേ, ഇവിടെ പുതിയ റെപ്പോസിറ്ററി ഉണ്ടാക്കിയിട്ട് ആ index.html ഒന്ന് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്ത ഫ്ലോ ഒന്നുകൂടി നോക്കി നോക്കോ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എനിക്ക് വന്നിരുന്നു വെബ്സൈറ്റ് ആണോ. ഓക്കെ, കുഴപ്പമില്ല. സെറ്റ് കുറെ പേരൊക്കെ പോയല്ലോ. സെറ്റാക്കാം. അപ്പോ
നമ്മളെന്താ പറഞ്ഞു, എഡിറ്റ് ചെയ്യല്ലേ. അപ്പൊ എഡിറ്റ് പുതിയ HTML കണ്ടന്റ് നമുക്ക് എന്താ കിട്ടി, ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, അത് കോപ്പി ചെയ്യുന്നു, പുതിയ HTML കണ്ടന്റ് എവിടെ സെറ്റ് ചെയ്യുന്നു, എന്റെ വെബ്സൈറ്റിൽ പോയിട്ട് index.html എഡിറ്റ് കൊടുത്ത് ഇങ്ങനെയാണ് ഇവിടെ കസ്റ്റം എഡിറ്റ്. ഇപ്പോ ബാക്ക് എൻഡ് എഞ്ചിനീയർ എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്യാം, @eduport അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുക. അല്ലെങ്കിൽ മൊത്തം കളഞ്ഞിട്ട് നമ്മളെ പുതിയ HTML വെക്കാം. എന്നിട്ട് കമ്മിറ്റ് ചേഞ്ചസ് കൊടുക്കുക, വീണ്ടും കമ്മിറ്റ് ചേഞ്ചസ് കൊടുക്കുക. നമ്മൾ ഇനീഷ്യലി ക്രിയേറ്റ് ചെയ്ത അതേ പ്രൊസീജിയർ. അപ്പൊ വന്ന് പോയി കഴിഞ്ഞാൽ ആക്ഷൻസിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ചേഞ്ച് വരുത്തിയ സംഭവങ്ങൾ അപ്ലൈ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ചെയ്തോണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അതൊന്ന് എന്ത് ചെയ്യുക, അപ്ലൈ ആക്കി നോക്കുക. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ സൈറ്റിൽ എഡിറ്റ് വരുത്താൻ പറ്റും. അപ്പോൾ ഇത് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വീണ്ടും ഒരു URL കിട്ടും. സെയിം URL തന്നെ ആയിരിക്കും, പഴയ URL തന്നെ അപ്ഡേറ്റ് ആവും. കേട്ടോ, കളറൊന്നും മാറിയില്ല തോന്നുന്നു, പക്ഷെ മാറും. നിങ്ങൾ എന്താ ഇപ്പോ ഉണ്ടോ, ബാക്ക് എൻഡ് എഞ്ചിനീയർ അല്ലെങ്കിൽ എന്താണോ ചേഞ്ച് വരുത്തുന്നത് ആ ചേഞ്ചസ് ഇവിടെ അങ്ങനെ വന്നോളും. അപ്പൊ എഡിറ്റ് ചെയ്യാനും ഫുൾ എഡിറ്റ് ഡിലീറ്റ് ആക്കണം വേണമെന്നില്ല. നിങ്ങൾക്ക് എന്താണോ ചേഞ്ച് വരുത്തേണ്ടത് അത് മാത്രം നിങ്ങൾക്ക് അറിയിച്ചാല് അത് മാത്രം ചേഞ്ച് വരുത്തി മൊത്തം ഡിലീറ്റ് ചെയ്യണം നിർബന്ധമില്ല. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. വേറെ വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വേറെ റെപ്പോസിറ്ററി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ വേറെ HTML ഫയൽ ഉണ്ടാക്കാം, index.html ഉണ്ടാക്കാം. വേറെ വെബ്സൈറ്റ് ആണ് ഉണ്ടെങ്കിൽ വേറെ റെപ്പോസിറ്ററി ഉണ്ടാക്കുക. അപ്പൊ ഇഷ്ടംപോലെ നിങ്ങൾക്ക് എത്ര റെപ്പോസിറ്ററി വേണേ ഉണ്ടാക്കിയിട്ട് എത്ര വെബ്സൈറ്റ് വേണേ ഉണ്ടാക്കി ഇതേപോലെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കോളേജ് പ്രോജക്റ്റിന് ഒരു വെബ്സൈറ്റ് വേണോ അങ്ങനെ ചെയ്യാൻ പറ്റും, സ്കൂളിന് ഒരു വെബ്സൈറ്റ് വേണോ ചെയ്യാൻ പറ്റും. നിങ്ങളെ വീട്ടിലെ ഗിറ്റബിന്റെ ഭാഗം ഒന്നും കൂടി പറയോ, ഗിറ്റബിന്റെ എന്താണ് പറയേണ്ടത്? ഗിറ്റബിന്റെ ഏത് പാർട്ടാണ് പറയേണ്ടത്? ഗിറ്റബിന്റെ ഭാഗം എന്താണ് പറയേണ്ടത്? എക്സ്പ്ലെയിൻ ചെയ്യാവോ? മീൻവൈൽ കോഡ് അയക്കേണ്ടത്. ഓക്കെ, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ ബാക്കിയുള്ളവർക്ക് ചെറിയൊരു പണി ഞാൻ തരാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു ഫീഡ്ബാക്ക് ഈ ഒരു ഫോമിൽ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിലേ നന്നായിരുന്നു. നിങ്ങൾക്ക് ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, ഒരു ചെറിയ ഫീഡ്ബാക്ക്, ഒരു റേറ്റിംഗ് ആണെന്നില്ല, എന്തായാലും ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു. അപ്പൊ ആ സമയം നമുക്ക് എന്ത് ചെയ്യാം, ഗിറ്റബിന്റെ ഭാഗം ഒന്നുകൂടി ചെയ്ത് നോക്കാം. അപ്പൊ ഇതുവരെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്ലിയർ ചെയ്തു. മനസ്സിലായവര് ഫീഡ്ബാക്ക് ചെയ്തോളൂ കേട്ടോ, കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും, ലിങ്ക്ഡിനോ ഗിറ്റബിൽ എന്തായാലും മെസ്സേജ് അയക്കാൻ പറ്റില്ല. ലിങ്ക്ഡിൻ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴോ എന്ത് ചെയ്യാം, മെസ്സേജ് അയച്ചാൽ മതി, നമുക്ക് എന്ത് ചെയ്യാം, സെറ്റാക്കാം. ഓക്കെ, അപ്പൊ ഗിറ്റബിന്റെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗിറ്റബിൽ പോകുന്നു, റെപ്പോസിറ്ററീസ് പോകുന്നു, പുതിയ റെപ്പോസിറ്ററി ഉണ്ടാക്കുന്നു. ശ്രദ്ധിച്ചോ, പുതിയ റെപ്പോസിറ്ററി ഉണ്ടാക്കുന്നു, പോർട്ട്ഫോളിയോ എന്നുള്ള പേര് കൊടുക്കുന്നു, ഇഷ്ടമുള്ള പേര് കൊടുക്കാം, പബ്ലിക് ആണ് എന്നുള്ള ഉറപ്പ് വരുത്തുന്നു, പ്രൈവറ്റ് അല്ലല്ലോ. എന്നിട്ട് എന്ത് വേറെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് പേര് മാത്രം കൊടുക്കുന്നു, ക്രിയേറ്റ് റെപ്പോസിറ്ററി കൊടുക്കുന്നു. ഓക്കെ, പേര് മാത്രം കൊടുക്കുന്നു, ക്രിയേറ്റ് റെപ്പോസിറ്ററി കൊടുക്കുന്നു. ഇനി ക്രിയേറ്റിംഗ് എ ന്യൂ ഫയൽ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, index.html എന്ത് ചെയ്യുക, index.html ഇതെന്താ വരുത്, ക്യാപിറ്റൽ I ആവരുത്, അല്ലെങ്കിൽ സ്മോൾ L ആവരുത്, I തന്നെ ആവണം. index.html ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ HTML ഫയല് നിങ്ങൾക്ക് വേണേ വെറുതെ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി, നിങ്ങൾക്ക് എന്താണോ HTML എന്ത് ചെയ്യുക, അത് ടൈപ്പ് ചെയ്യുക, കമ്മിറ്റ് ചേഞ്ചസ് കൊടുക്കുക. എന്തായി, ഇത് റെഡി ആയി. അതായത് എന്തായി, ഈ ഫോട്ടോ ആഡ് ആക്കുന്നത് എങ്ങനെയാ, ഫോട്ടോ ആഡ് ആക്കി തരാൻ എന്ത് ചെയ്താൽ മതി, ഒരു പുതിയൊരു ഫയൽ, ഇപ്പൊ ഇതിലേക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം വെച്ചാൽ ആഡ് ഫയൽ കൊടുക്കുക, ക്രിയേറ്റ് ഫയൽ കൊടുക്കുക,
ക്രിയേറ്റ് ഫയൽ അല്ല, അപ്ലോഡ് ഫയൽ കൊടുക്കാം. ആഡ് ഫയല്, അപ്ലോഡ് ഫയൽ. ഗിറ്റബിന്റെ സെഷൻ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ അതവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഗിറ്റബിലേക്കുള്ള സംഭവങ്ങള്. ഇതിപ്പോ നമ്മളെ സെഷൻ ഗിറ്റബ് അല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാം. ചൂസ് യുവർ ഫയൽസ് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ പറയാ എന്താണ് വെച്ചാല് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജ് എന്താ വെച്ചാല് അല്ലെങ്കിൽ എന്താ വെച്ചാ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ അപ്ലോഡ് ചെയ്യാം, കമ്മിറ്റ് ചേഞ്ചസ് കൊടുക്കുക. അപ്പൊ ആ ഒരു ഫയൽ ഇവിടെ ഇങ്ങനെ കിട്ടും. ഇനി ആ ഫയൽ നമുക്ക് എന്ത് വെച്ചാല് ഇവിടെ ഇമേജ് HRF എന്നൊക്കെ കൊണ്ട് കൊടുക്കാം. ഇപ്പൊ ഇമേജ് എന്നുള്ള ഇമേജ് IMG SRC ഈക്വൽ ടു സ്ലാഷ് ആ പേര് കൊടുത്തു കഴിഞ്ഞാല് നോക്കിയോ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമേജ് ആഡ് ചെയ്യാൻ പറ്റും. ഇമേജ് ആഡ് ചെയ്യാം, അതിന്റെ പാത്ത് ഇമേജിന്റെ SRCയിൽ കൊടുക്കാം. ഇമേജ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. ഇമേജ് ടാഗ് HTML ഉണ്ടോ, ഇമേജിന് SRC എന്ന് പറഞ്ഞിട്ട് ആട്രിബ്യൂട്ട് ഉണ്ട്. ആ ഒരു SRCയിൽ നിങ്ങളുടെ ഫയലിന്റെ നെയിം കൊടുക്കുക. ആൾട്ട് എന്നുള്ള ആട്രിബ്യൂട്ട്, വിഡ്ത്ത് ഹൈറ്റ് എന്നുള്ള ആട്രിബ്യൂട്ട് അത് കൊടുത്താൽ മതി. അതിൽ ചേഞ്ച് ആയ ഡീറ്റെയിൽ എഡിറ്റ് ചെയ്യുക. ചേഞ്ച് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എങ്ങനെയാ എഡിറ്റ് ചെയ്യുക? ഓക്കെ, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ വെബ്സൈറ്റ് എന്ന് വിചാരിച്ചോ, github.com/വെബ്സൈറ്റില് എനിക്ക് എന്തുണ്ടാക്കണം, ഇത് എഡിറ്റ് കൊടുത്തിട്ട് ഇപ്പൊ ബാക്ക് എൻഡ് എഞ്ചിനീയർ ഇവിടെ വരാം. ഇപ്പൊ ബാക്ക് എൻഡ് എഞ്ചിനീയർ അറ്റ് ജോപ്പോ ടീച്ചിങ് ബിൽഡിംഗ് പ്രോഡക്റ്റ്. എനിക്ക് ടീച്ചിങ് ബിൽഡിംഗ് പ്രോഡക്റ്റ് വേണ്ട, എക്സ്പ്ലോറിംഗ് ടെക് മതി എന്ന് വിചാരിക്കാം. അപ്പൊ എവിടെയാണോ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് അത് തപ്പി കണ്ടുപിടിച്ച് ചേഞ്ച് ചെയ്ത് കമ്മിറ്റ് ചെയ്ത് വീണ്ടും കമ്മിറ്റ് ചെയ്യാം. കമ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കാം. അപ്പൊ നമ്മളുടെ ആക്ഷൻ കിടന്ന് റൺ ചെയ്യും. ആക്ഷൻ എന്താന്നൊക്കെ ഞാൻ ഗിറ്റബിന്റെ സെഷൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് പറയാം. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സും കൂടി ഉള്ളൂ നമുക്ക് സെഷൻ ഉണ്ടാവുക. അപ്പൊ അതിന് മുന്നേ വൈൻഡ് അപ്പ് ചെയ്യണം. അതിന് മുന്നേ അപ്പൊ എന്താ, നമ്മൾ എഡിറ്റ് ചെയ്ത സാധനം നമ്മളെ ഗിറ്റബ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമ്മളെ വെബ്സൈറ്റിൽ കൊണ്ടിടും. നമ്മളൊന്നും അറിയണ്ട, നമ്മൾ ജസ്റ്റ് ഗിറ്റബിൽ എഡിറ്റ് ചെയ്താൽ മതി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ 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 ഓക്കെ. ആ വെബ്സൈറ്റ് വന്നിട്ടുണ്ട്. അടുത്ത ലാസ്റ്റ് വെബ്സൈറ്റ് വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടോക്കാം. ഓക്കെ, കൊള്ളാം. കളറും ഒന്നും കൂടി GPT-യോട് പറഞ്ഞിട്ട് ഒരു കളർ കോൺട്രാസ്റ്റ്, ഇപ്പൊ ഒരു ഡാർക്ക് ഒരു വൈറ്റ് കളർ ഒക്കെ ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. എന്തായാലും ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ വരുന്നുണ്ട്, കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് എന്തായി, എല്ലാവർക്കും വെബ്സൈറ്റ് ആയി. ഇന്ന് വെബ് ഡെവലപ്മെന്റ് പഠിക്കാൻ വന്ന ആൾക്കാരെല്ലാരും ഇന്ന് വെബ് ഡെവലപ്പേഴ്സ് ആയി. ഏകദേശം എത്ര പേര് വെബ്സൈറ്റ് ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആക്കി? ജസ്റ്റ് എല്ലാവരും ഒന്ന് ഹാൻഡ് ഡൗൺ ചെയ്യാം. എത്ര പേര് വെബ്സൈറ്റ് ഉണ്ടാക്കി? ഓക്കെ, ഓ അടിപൊളി അടിപൊളി അടിപൊളി. ഇതന്നെ നമ്മളുടെ ഇന്നത്തെ സെഷന്റെ വലിയ വിജയമാണ്. അപ്പൊ ഇതുപോലൊരു സാധനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ആദ്യമായിട്ട് HTML എന്താന്ന് പോലും അറിയാത്ത നമ്മൾ ഇരുന്നുണ്ടാക്കി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി. സിമ്പിൾ പ്രോംപ്റ്റ് കൊടുത്ത് കുറച്ചുകൂടി വലിയ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ChatGPT കുറച്ചുകൂടി വലിയ സാധനം ഉണ്ടാക്കി തരും. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി. എഡിറ്റിംഗ് ഒക്കെ എങ്ങനെയാണ് നടത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് ഗിറ്റബില് പോവാ, ഫയലിൽ പോവാ, എഡിറ്റ് കൊടുക്കുക. കുറച്ചുകൂടി ഗിറ്റബിന്റെ സെഷൻ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ഗിറ്റബിൽ എങ്ങനെ എഡിറ്റ് ചെയ്യുക, പുഷ് ചെയ്യുക എന്നുള്ള കാര്യങ്ങള്. അവിടെ എന്ത് ഇപ്പൊ ജസ്റ്റ് നമ്മൾ വെബ് ഡെവലപ്മെന്റ് ആയതുകൊണ്ടാണ് ഇത്രയും സർഫസ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ എഡിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് H1 ഹലോ ഹായ് വെൽക്കം ടു മൈ വെബ്സൈറ്റ്. നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് വരുത്താം, കമ്മിറ്റ് ചെയ്ത് ചേഞ്ചസ് കൊടുക്കാം. കമ്മിറ്റ് ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും പ്രൊഫൈൽ ഫോട്ടോ എങ്ങനെ ആഡ് ചെയ്യും അതെന്ത് ചെയ്താൽ മതി. GPT-യോട് പറയാ, ഇതിൽ എന്റെ പ്രൊഫൈൽ ഫോട്ടോ ആഡ് ചെയ്ത് തരണം. എന്റെ ഫോട്ടോന്റെ പേര് ഇപ്പൊ നേരത്തെ ഞാൻ ഇവിടെ ഒരു ഫാവ് ഐക്കൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ കൊടുത്തുണ്ടോ, അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോട്ടോ ഇവിടെ പോയി ആഡ് ഫയൽ കൊടുത്ത് അപ്ലോഡ് ഫയൽ കൊടുത്ത്
ചൂസ് ഫയൽ കൊടുത്ത് നിങ്ങളുടെ ഫോട്ടോന്റെ പേര് കൊടുത്ത് സെലക്ട് ചെയ്ത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ജസ്റ്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ മതി. അപ്പൊ ഇതാണ് എന്റെ ഫോട്ടോ എന്ന് പറയാം. ഈ പേജ് അതേപോലെ കോപ്പി ചെയ്തിട്ട് ഇതാണ് എന്റെ ഫോട്ടോ, ഇത് എനിക്ക് എന്റെ സൈറ്റിൽ ആഡ് ചെയ്യണം എന്ന് GPT പറഞ്ഞ് എന്ത് ചെയ്യും? GPT അത് ആഡ് ചെയ്യാനുള്ള കോഡും കാര്യങ്ങളൊക്കെ തരും. നമ്മൾ എന്ത് ചെയ്താൽ മതി? അത് ഹോസ്റ്റ് ചെയ്താൽ മതി. വീണ്ടും ആ ചേഞ്ചസ് ഉള്ള കോഡ് കൊടുക്കുക, നമ്മളെല്ലാം എഡിറ്റ് ചെയ്ത് പേസ്റ്റ് ചെയ്യുക, സേവ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് പ്രൊഫൈൽ ഫോട്ടോ എങ്ങനെ ആഡ് ചെയ്യും? നിങ്ങൾക്ക് ഫീഡ്ബാക്ക് എല്ലാവരും കംപ്ലീറ്റ് ആക്കാൻ വെച്ചാൽ നന്നായിരുന്നു. നമുക്ക് നെക്സ്റ്റ് സെഷൻസ് ഒക്കെ എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ കിട്ടും. പിന്നെ എന്തെങ്കിലും ഫർദർ ഡൗട്ട് ഉണ്ട്? 28th ആയി, നമുക്ക് 9:30 അടുത്ത സെഷനിൽ കയറേണ്ടതുണ്ടായത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാറായി. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ട് വെച്ചാലും എന്ത് ചെയ്യാ, ജസ്റ്റ് ആദ്യം ഗൂഗിൾ ചെയ്യാം, പിന്നെ GPT ചോദിക്കാം. എന്നിട്ട് ഒന്നും പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാ, ലിങ്കിൽ മെസ്സേജ് അയക്കാം. എല്ലാവരും ലിങ്കിൽ കണക്ട് ചെയ്യാം. പിന്നെന്താ, എല്ലാവരും ടിങ്കർ ഹാക്കിന് നല്ല നല്ല പ്രൊജക്ട്സ് ബിൽഡ് ചെയ്യാം. അവിടെ എന്തെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ അവിടുത്തെ മെന്റേഴ്സിന്റെ അടുത്തോ എങ്ങനെയൊക്കെ ആയിട്ട് എന്ത് ചെയ്യാ, കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ ഏതെങ്കിലും ടിങ്കർ ഹാക്കിന് വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം. എന്തായാലും വെബ് ഡെവലപ്മെന്റ് പഠിക്കാൻ വന്ന എല്ലാവരും ഒരു വെബ് ഡെവലപ്പർ ആയിട്ടായിരിക്കും ഈ ഒരു സെഷൻ കഴിഞ്ഞു പോകുന്നതെന്ന് വിചാരിക്കുന്നു. ആ ഒരു ശുഭ പ്രതീക്ഷയോടെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. ലിങ്ക്ഡിൻ എല്ലാ പ്രൊഫൈൽസും ഇവിടെ പോയാൽ കാട്ടും. സുനിത് വെറുതെ ഗൂഗിൾ ചെയ്താൽ മതി, ഫേമസ് അല്ലേ. എന്റെ വെബ്സൈറ്റ് കിട്ടും, അതിൽ എന്റെ കോണ്ടാക്റ്റിൽ പോയാൽ ലിങ്ക്ഡിൻ കിട്ടും. ഓക്കെ, താങ്ക് യു. കീപ് ഇൻ ടച്ച്. ഇതിവിടെ നിർത്തരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? വി ആർ വെയിറ്റിംഗ് ടു മലബാർ കോളേജ്. മെസ്സേജ് ഒക്കെ എങ്കിലും മെസ്സേജ് നമുക്ക് റെഡിയാക്കാം. താങ്ക് യു. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. എന്തായാലും അടുത്ത സെഷൻ തുടങ്ങാറായി. അടുത്ത സെഷന് വേറെ ലിങ്ക് ആണോ? ടിങ്കർ പിന്നെ ആരൊക്കെ ഉള്ളു മീറ്റില്? ഗിറ്റപ്പിന്റെ സെഷനിൽ കയറുന്നവർക്ക് കയറാം. അതിലാരും രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് 9:30 വേറെ സെഷനാണ്. ഓക്കെ, വേറെ സെഷനാണ്. ഓക്കെ ഓക്കെ, അതിൽ കയറാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. സാറൊന്നും വിളിക്കല്ലേ, ഒരുപാട് പ്രായമുള്ള പോലെ തോന്നും. ബൈ, ഗുഡ് നൈറ്റ്.